കീർത്തനം ജഗദംബികായൈ നമഃ. ഹരി പറഞ്ഞ പോലെ ഇത് യാദൃച്ഛയായിട്ടാണ്, പ്രസംഗം വേണമെന്ന് വിചാരിച്ചിട്ടില്ല. പിറന്നാളിന് പറഞ്ഞപ്പോൾ വന്നു. പിന്നെ ശീലമുള്ളതുകൊണ്ട് ചിലതൊക്കെ പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ ദേവീ മാഹാത്മ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര കൃതിയല്ല. അത് മാർക്കണ്ഡേയ പുരാണത്തിലെ 13 അധ്യായങ്ങളാണ്. അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഓരോരോ അധ്യായം കഴിയുമ്പോൾ അതിൽ കാണാം മാർക്കണ്ഡേയ പുരാണം എന്ന് പറയുന്നത് കൊണ്ടാണ്. എങ്ങനെയാണോ മഹാഭാരതത്തിൽ ഭഗവത്ഗീത ഒരു പ്രത്യേക ഗ്രന്ഥമായി പിന്നെ പ്രസിദ്ധി നേടി. അപ്പോൾ പലരും വിചാരിക്കുന്ന ഭഗവത്ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥം. സ്വതന്ത്രം അല്ലാതെ അത് മഹാഭാരതത്തിലെ ആനുശാസിക പർവ്വത്തിൽ ഭീഷ്മപർവ്വത്തിൽ ഉപദേശിക്കുന്ന ഭാഗമാണ്. അതിരിക്കട്ടെ. അതേപോലെയാണ് ഈ ദേവീ മാഹാത്മ്യം. സ്വതന്ത്ര കൃതിയല്ല. ദേവിയെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ, ദേവിയുടെ മാഹാത്മ്യം പറയാമെന്ന് കേട്ടാൽ തന്നെ അറിയാലോ. ഈ ദേവിയുടെ മാഹാത്മ്യം യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല പറഞ്ഞുള്ളത്. ഇതിൻ്റെ ഒരു 200 ഇരട്ടി വലുപ്പത്തിലാണ് ദേവീ ഭാഗവത്തിൽ ഇതേ കഥ തന്നെ വിസ്തരിച്ചിട്ടുണ്ട്. ഏറെക്കുറെ വലിയ വ്യത്യാസമില്ലാതെ അടിസ്ഥാനപരമായ കഥയൊക്കെ ഇത് തന്നെയാണ്. അവിടെ 18,000 ശ്ലോകമുണ്ട്. അവിടെ വിസ്തരിച്ചു ഇത് തന്നെയാണ്. എത്ര ചുരുക്കുകയും ചെയ്യാം, എത്ര വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പിന്നെ കാളികാ പുരാണം എന്ന പ്രസിദ്ധമായ പുരാണമുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാർക്കണ്ഡേയ പുരാണമുണ്ട്. പിന്നീട് ലളിതോപാഖ്യാനം മുതലായ ഗ്രന്ഥങ്ങളുണ്ട്. ഇങ്ങനെ പല ദിക്കിലായിട്ടാണ് ദേവിയുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല ചരിത്രങ്ങളും ചില പുസ്തകത്തിൽ പറഞ്ഞിട്ടുമില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ചില കഥകളൊന്നും ഇതിൽ നോക്കിയാൽ കാണില്ല, ഇതിലുള്ള ചില കഥ മറ്റേ ഗ്രന്ഥത്തിൽ കാണില്ല. ഇങ്ങനെയൊക്കെ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള അയോധ്യ രാജാവായിട്ട് സുരഥൻ എന്ന് പറയുന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഭണ്ഡാരവും ചതുരംഗ സൈന്യമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കേമനൊക്കെയാണ്. പക്ഷേ കഷ്ടകാലത്തിൽ ഒരിക്കൽ നായാട്ടിന് വേണ്ടി കാട്ടിൽ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ അത് ചില അപകടം പറ്റി. കോലാവിധ്വംസിന എന്നൊക്കെ പറയുന്നില്ല, ചില കാട്ടാളന്മാരെ പോലുള്ള ആളിലൊന്ന് ആക്രമിച്ചു. ഇദ്ദേഹം കേമനൊക്കെ ആണെങ്കിലും കഷ്ടകാലത്തിന് തോറ്റു. അത് സൈന്യങ്ങളൊക്കെ നശിച്ചു. തോറ്റിട്ട് രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം കാട്ടിൽ കഴിയേണ്ടി വന്നു. അപ്പോൾ കാട്ടിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും സേനാനായകന്മാരൊക്കെ ശത്രുക്കൾക്ക് ഒറ്റുകൊടുക്കുകയായിരുന്നു. അവർക്ക് ശത്രുപക്ഷത്ത് ചേർന്നു. കാരണം ഇയാളതിലൊന്നുമില്ല. അതുകൊണ്ട് അവരൊക്കെ എന്ത്, നമ്മൾ പലപ്പോൾ അങ്ങനെയാണല്ലോ, കയ്യിൽ കാശില്ലാണ്ട് ആളിൽ ഉപേക്ഷിക്കേ. ബന്ധുക്കളും മന്ത്രിമാരൊക്കെ ഇയാൾ ഉപേക്ഷിച്ചു. ഇങ്ങനെ കഷ്ടത്തിലായി രാജാവ്. അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് കാട്ടിൽ. അതേസമയം തന്നെ സമാധി എന്ന് പേരുള്ളൊരു വൈശ്യനുണ്ടായിരുന്നു. അയാൾ ഈ പറഞ്ഞ പോലെ സമ്പത്ത്, വൈശ്യന്മാരുടെ കുലവൃത്തി തന്നെ കൃഷി, ഗോവ, വാണിജ്യമൊക്കെയാണല്ലോ. അവർ സമ്പന്നനായിരുന്ന ആളാണ്. പിന്നെ ഭാര്യാപുത്രാദികളൊക്കെ ഉണ്ടായിരുന്നു. അനവധി ബന്ധുക്കളുണ്ടായിരുന്നു. ഒക്കെയുമായി കഴിഞ്ഞിരുന്ന ആളാണ്. എന്തൊക്കെയോ കാരണം കൊണ്ട്, അതൊന്നും അത്ര വിശദമായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഭാര്യയും പുത്രന്മാരൊക്കെ ഇയാളെ കൊണ്ട് എന്താ കാര്യം അയാൾ ഉപേക്ഷിച്ചാണ്. മനുഷ്യൻ്റെ സ്ഥിതി ആലോചിക്കണേ. കാരണം അയാൾ യൗവനമൊക്കെ കഴിഞ്ഞു. മഹാഭാരതത്തിൽ ഒരിക്കൽ കാണാം, ഭർത്തശുശ്രൂഷ ചെയ്യില്ല, പുത്രനുണ്ടാകില്ല അങ്കനാകുന്നില്ല. മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ പലപ്പോഴും ചില സ്ത്രീകളൊന്നും ഭർത്താക്കന്മാരെ വിലവെക്കില്ല. കാരണം ഇനി ഇയാളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കളൊക്കെ വലുതായി കഴിഞ്ഞു, അവരെ ആശ്രയിച്ചാലാണ് ഗുണമുള്ളത്. ഇയാൾ കിട്ടേണ്ടോ കിട്ടിക്കഴിഞ്ഞു, ആളെ എവ്വരും പിന്നെ ഇയാളെന്താ വിലവെക്കേണ്ടത്. അങ്ങനെ ഭാര്യയും മക്കളൊക്കെ ഇയാൾ ഉപേക്ഷിച്ചു കളഞ്ഞു കഷ്ടകാലത്തിന്. ആളുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഇയാളും ഖിന്നനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ തുല്യ ദുഃഖിതന്മാരായി ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കാട്ടുപ്രദേശത്ത് നടക്കുന്ന സമയത്താണ് അവർ തമ്മിൽ കണ്ടുമുട്ടി. അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എന്താ അത്ഭുതം, രണ്ടാൾക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, അവനവൻ്റെ ബന്ധുക്കളും മന്ത്രിമാരൊക്കെ തന്നെ ഉപേക്ഷിച്ചിട്ടും ഈ രാജാവിന് അവരെ പറ്റിയുള്ള ചിന്ത പോയില്ല. ഉപേക്ഷിച്ചാൽ പിന്നെ നമ്മളതിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം എന്നിട്ട് ഒന്ന് വിചാരിച്ചു, എൻ്റെ കുതിരകൾക്ക് വേണ്ട പോലെ വെള്ളം കൊടുക്കുന്നുണ്ടാവോ, ആനയ്ക്ക് ആനയെ വേണ്ട പോലെ നോക്കുന്നുണ്ടാവോ, എൻ്റെ ഭണ്ഡാരങ്ങളൊക്കെ മന്ത്രിമാരെ കൊള്ളയടിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ദുഃഖിച്ചു. ദുഃഖിക്കുന്നതിൻ്റെ അർത്ഥമില്ല. കാരണം ഇയാൾക്ക് അതിനുള്ള ഒരു പിടിയുമില്ല. ഇപ്പം നമ്മൾക്ക് അധികാരമോ അർഹതയോ അവകാശമൊന്നും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇറാനിൽ യുദ്ധം നടക്കുന്നു, ഞാൻ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കതിനൊന്നും ചെയ്യാനില്ല. നമുക്കൊന്നും ചെയ്യാനില്ലാത്ത കാര്യത്തെ ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ യാതൊരു യുക്തിയില്ലെങ്കിൽ രാജാവ് ദുഃഖിച്ചു എന്ന് പറയാൻ. ഇതുകൊണ്ടാണ് വൈശ്യനും അദ്ദേഹത്തിന് ഭാര്യ മക്കളെ ഇയാളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. എന്നാലും അയാൾ ഇടയ്ക്കൊക്കെ നെടുവീർപ്പോട് കൂടി വിചാരിച്ചു, എന്നെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, അവരൊക്കെ സ്ഥിതി എന്താ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കുള്ള ഒരേ ദുഃഖം ഇതാണ്. ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വേദന ഉണ്ടായിരുന്നു. രാജാവിന് കുറേ അധികം ഉണ്ടായിരുന്നു മാത്രം. അപ്പോൾ അവർ ആ കാട്ടിൻ്റെ അടുത്ത് തന്നെ സുമേധസ് എന്ന് പറഞ്ഞൊരു മഹർഷി താമസമുണ്ടായിരുന്നു. അയാളുടെ ആശ്രമ പ്രദേശത്തിൻ്റെ പാർശ്വങ്ങളിലാണ് ഇവർ വന്ന് പെട്ടത്. അപ്പോൾ ഈ സുമേധസ് എന്ന് വെച്ചാൽ കേട്ടാൽ നല്ല ബുദ്ധിയുള്ള ആളെന്നാണ്. മേധ വെച്ചാൽ ബുദ്ധിയാണ്, നല്ല ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു, ഏതായാലും നമുക്ക് ഈ ദുഃഖത്തിന് എന്താ കാരണം,
ഈ ദുഃഖത്തിൻ്റെ മോചനത്തിന് എന്താണ് വഴി? അതേതായാലും മഹർഷിയോട് ചോദിക്കാമെന്ന് വെച്ചിട്ട് മഹർഷീൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു. അല്ലോ മഹർഷി, ഞങ്ങളെ കാര്യമില്ല, കഷ്ടമാണ്, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടും ഉപേക്ഷിച്ച ആളിനെ പറ്റി ഞങ്ങൾ ദുഃഖിക്കുകയാണല്ലോ, ഇതെന്താ കാരണം എന്ന് ചോദിച്ചു. ഇതാ ചോദ്യം. ഞാൻ ശ്ലോകമൊന്നും ഉദ്ധരിക്കുന്നില്ല, അങ്ങനെ സമയം കുറേ പോകുന്നതാണ്. അവർ ചോദിച്ചു എന്താ കാരണം. യഥാർത്ഥം ഒരു പ്രയോജനമില്ലാത്ത കാര്യം, പ്രയോജനമില്ലാത്തതും അവർ ഞങ്ങളെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെയുള്ള ആരെ പറ്റി എന്നാലും മനസ്സ് കേൾക്കുന്നില്ല. എന്നാലും പറ്റും രാജാവിന് ആനയെ പറ്റിയും കുതിരയെ പറ്റിയും ഭണ്ഡാരത്തെ പറ്റിയുള്ള വിഷമായിരുന്നു. ഈ വൈശ്യനാകട്ടെ എൻ്റെ പശുവും കൃഷിയൊക്കെ എന്തായിപ്പോയി എന്നുള്ള ദുഃഖമാണ്. പ്രയോജനമില്ലാണ്ട് ദുഃഖിക്കുകയാണ്. ഇത് നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നതാണ്. ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ ദുഃഖിക്കുക, ഇതെന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴും മഹർഷിയാണ് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തത്. മഹർഷി പറഞ്ഞു, മഹാമായ പ്രഭാവേണ, ഇതൊക്കെ ആ മഹാദേവിയുടെ പ്രഭാവം കൊണ്ടാണ്. മായയിൽ ചെന്ന് വെട്ടിട്ടാണ് ആളുകൾ ദുഃഖിക്കുന്നത്. മായ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഈ മായയെപ്പറ്റി അനവധി പ്രകരണങ്ങളിൽ വേദാന്തത്തിലും പുരാണത്തിലൊക്കെ പറയുന്നത് കേട്ട് ആളുടെ മായ ഉള്ളതാണെന്ന് വിചാരിക്കും. വാസ്തവത്തിൽ ഇല്ലാത്തതാണ് മായ. എന്താ പിന്നെ മായ കൊണ്ട് ബുദ്ധിമുട്ട്? ഉണ്ടെന്ന് തോന്നും, അതാണ് പ്രശ്നം. വസ്തു ഉണ്ടാവണമെന്നില്ല. വസ്തു ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള മനോവിഭ്രമങ്ങളുണ്ടാവും. അതാണ് മായ. അതാണ് ഇവിടെ പറയുന്ന തത്വം മുഴുവൻ. മായ എന്നുള്ള യഥാർത്ഥം എന്താണ്? ആചാര്യസ്വാമികൾ പറയും, യാ മാസാ മായ എന്ന് പറയും. എന്താണോ ഇല്ലാത്തതാണ് മായ. ഉള്ളതല്ല മായ, ഉണ്ട് എന്ന് ഭ്രമിപ്പിക്കുന്നതാണ്. അഘടിത ഘടന പടീയ സീസാ മായ എന്ന് പറഞ്ഞ് പറയും. ഘടിപ്പിക്കാൻ വഴിയാത്തവരെ ഘടിപ്പിക്കുന്നതാകുന്നു മായ. ഞാനിപ്പം പറയാറുള്ള കുഞ്ഞുണ്ണിമാരുടെ രസകരമായ ഒരു പദ്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കിയപ്പോൾ കഷ്ടം പെട്ടുപോയെന്നും തോന്നി, അവസാനം തോന്നി തോന്നലാണെല്ലാം എന്നത് ആശ്വാസം എന്നും തോന്നി. ഇത്രയേ ഉള്ളൂ. നമ്മളും അങ്ങനെയാണ്. ഞാൻ പിന്നെ കഷ്ടത്തിലായി പോയി, ഞാൻ ദരിദ്രനാണ്, രോഗിയാണ്, എനിക്ക് ആരോഗ്യമില്ലാത്ത, ഇങ്ങനെ വിചാരിച്ച് ദുഃഖിക്കുകയാണ്. ഈ വിചാരം എന്താണ്? ഒരു തോന്നലാണ്. പ്രപഞ്ചം ഉണ്ടെന്ന് വെച്ചിട്ടാണ് ദുഃഖിക്കുന്നത്. പ്രപഞ്ചം തന്നെ തോന്നലാന്ന് തോന്നിയാലോ എല്ലാം മായ തീർന്നു പോയി. തിരോധത്തേശനൈരിഹ എന്ന് പറഞ്ഞില്ലേ, എവിടെയാണ് മായ പോയെന്നറിയില്ല. അപ്പം മായ യഥാർത്ഥം എന്താണ്? ഇല്ലാത്തതാണ്, ഉണ്ടെന്ന് ഭ്രമിപ്പിക്കുന്നതാണ്. ആ ഭ്രമാത്മകമായിരിക്കുന്ന ഈ ബുദ്ധിയെ നേർവഴിക്ക് നയിച്ചു കഴിഞ്ഞാൽ ഭ്രമം തീരും. ഭ്രമം തീർന്നാലോ പിന്നെ പ്രശ്നമൊന്നുമില്ല, ഈ ലോകത്തിന് സുഖമായിരിക്കാം. ഇല്ലാത്തതിന് ഉണ്ടെന്ന് വിഭ്രമിച്ചിട്ടും അതാ ഉള്ള വസ്തുക്കളെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ചിട്ടും ഒക്കെയാണ് ഭ്രമമൊക്കെ ഉണ്ടാകുന്നത്. അതാണ് മഹാമായ എന്ന് പറയുന്നത്. ഇതെവിടെ നിന്നുണ്ടാവുന്നു? ആ ദേവി എന്നുള്ളതാണ്. മായയെക്കുറിച്ച് ചരിതനെക്കുറിച്ചൊക്കെ ഭാരതീയ വേദാന്തികളൊക്കെ പറയുക അനാദിയാണ് എന്ന് പറയും. പക്ഷേ എവിടുന്നാണ് തുടങ്ങിയ എപ്പോൾ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അതുണ്ട് മാത്രമേ നമുക്കറിയുള്ളൂ. എവിടെ നിന്ന് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ജീവൻ അനാദിയാണ്, നമുക്ക് അനാദിയായിട്ടുള്ള ഈ മായ അതുകൊണ്ട് അനാദിയാണ്. പക്ഷെ മായ അനാദിയാണെങ്കിൽ മായക്ക് എന്തുണ്ട്? അന്തമുണ്ട്. അജ്ഞാനം അനാദി. അജ്ഞാനം എപ്പോൾ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അജ്ഞാനത്തെ എന്ത് ചെയ്യാം? ജ്ഞാനം കൊണ്ട് നിരാകരിക്കാം. അജ്ഞാനം നിരസ്തമേ എന്നൊക്കെ പുരാണത്തിൽ കാണുന്നില്ല. എല്ലാ അജ്ഞാനത നിരസിക്കപ്പെട്ടിരിക്കുന്നു പറയാൻ. അപ്പോൾ അനാദിയാണെങ്കിൽ കൂടി മായ എന്താണ്? ശാന്തമാണ് എന്ന് പറയും. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്. ശാന്തച്ച അന്തത്തോട് കൂടിയെന്നർത്ഥം. തുടങ്ങിയത് എവിടെ നിന്നാന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അവസാനിപ്പിക്കാൻ പറ്റും. എന്ത്? ഈ മായാമോഹം അവസാനിപ്പിക്കാൻ പറ്റും. തുടങ്ങിയപ്പാന്ന് പറയാൻ പറ്റില്ല, എന്തിന് തുടങ്ങി എന്ന് പറയാനും പറ്റില്ല. പക്ഷെ അതിനെന്ത് ചെയ്യാൻ കഴിയും? അവസാനിപ്പിക്കാൻ കഴിയും. അതെന്തുകൊണ്ട് സാധിക്കുന്നത്? ജ്ഞാനമാർഗാത്മുഖ്യത, ജ്ഞാനം കൊണ്ട് മാത്രമേ, ജ്ഞാനം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹർഷിയുള്ളവർ ചോദിച്ചത്. അറിവുള്ളവരോട് ചോദിക്കാനേ. ഇപ്പോൾ സുമേധസ്സായിരിക്കുന്ന നല്ല ബുദ്ധിയുള്ളവനായ മഹർഷിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താ ഈ ഭ്രമത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ മഹർഷി പറഞ്ഞ കഥയായതൊക്കെ അദ്ദേഹം പറഞ്ഞു, ആ ദേവിയുടെ മാഹാത്മ്യം കൊണ്ടാണ്. ആ ദേവിയുടെ മായയിൽപ്പെട്ടിട്ടാണ്. ആ മായ, ഇത് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിഭ്രമിക്കാനൊന്നുമില്ല. ഒരു സിനിമ കണ്ടിട്ടോ നാടകം കേട്ടിട്ടോ അതിലുള്ള കഥാസന്ദർഭങ്ങളെ വിചാരിച്ചിട്ട് നായികയുടെ ദുരിതത്തെ പറ്റിയോ നായികയുടെ വഞ്ചനയെ പറ്റിയോ അതൊക്കെ വിചാരിച്ച് നമ്മൾ ഊഹിക്കുന്ന വല്ല അർത്ഥമുണ്ടോ? ഒരു കഥയാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ കഥയല്ലാതെ വിചാരിക്കുന്നത് അതിനെപ്പറ്റി വല്ലാണ്ട് വികാര വിഹ്വലനായി എന്ന് വരാം. ചിലപ്പോൾ കരഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ ചിരിച്ചു എന്ന് വരാം, ചിലപ്പോൾ ഉത്കണ്ഠപ്പെട്ടു എന്ന് വരാം. ഇതിനൊക്കെ ഹേതുവാകുന്നത് എന്താണ്? ഇത് ഉള്ളതാണ് മിഥ്യാഭ്രമം കൊണ്ടാണ്. ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ അവർ ചോദിച്ചു, ഈ ദേവി എപ്പോൾ ഉണ്ടായി? ദേവിയുടെ കഥയൊക്കെ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു? ദേവി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഭാരതീയ സങ്കല്പം. എപ്പോൾ ഉണ്ടായി എന്ന് പറയാം. സർവകാരണ കാരണം ദേവീഭാഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. എല്ലാ കാരണങ്ങൾക്കും കാരണമായ ദേവിയാണ്. അതിന് കാരണമായിട്ട് വേറൊന്നുമില്ല എന്നർത്ഥം. യോഗശാസ്ത്രങ്ങളിൽ പറയും അമൂലം മൂലം എന്നൊരു പ്രമാണമുണ്ട്. നൈയാമികന്മാരൊക്കെ ഉദ്ധരിക്കും. എന്നാൽ വേരിന് വേരില്ല എന്നാണ്. വേരെടുന്നുണ്ടായെന്ന് ചോദിക്കില്ല. വേരുണ്ടായതുകൊണ്ട് മരം ഇങ്ങനെ വലുതായി വന്ന് വേര് തടിച്ച് വരുമ്പോൾ മരത്തിന് ബലം കൂടും. പക്ഷേ നമ്മൾ ഈ വലിയ മരമൊക്കെ താഴെ കിളച്ച് നോക്കിയാൽ എന്ത് ചെയ്യും? തടിച്ച വേരുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴ്ന്ന വേരുകളുണ്ടാവും. അങ്ങനെ പോയി മൂലലോപങ്ങൾ എന്ന് പറയാവുന്ന വളരെ നിസ്സാരമായ ഈ വേരുകളുണ്ടാവും. അതെന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു?
അതിന് വേറെ ആശ്രയമൊന്നുമില്ല. അതിനെ ആശ്രയിച്ച് ഇതൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അത് ദേവിക്ക് ആശ്രയമായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ദേവന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ അനാധാരമാണ്, ആധാരമില്ലാത്തതാണെന്ന് പറയുന്നത്. ദേവിക്ക് എന്താ ആധാരം? ഒരു ആധാരമില്ല. അതുകൊണ്ട് പറഞ്ഞു മഹാമായ പ്രഭാവേന. എപ്പോൾ ഉണ്ടായിരുന്നോ ഇതുണ്ടായെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ടായെന്ന് ചില സന്ദർഭങ്ങളിൽ അപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ പ്രസിദ്ധമായ 3 ചരിത്രം പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറേ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 3 ചരിത്രത്തെക്കുറിച്ചാണ് ദേവി ഭാഗവത്തിൽ അനവധി ദിക്കിൽ കാണാം. ചരിത്രത്രയ സംയുത എന്ന് പറയാം. 3 ചരിത്രത്തോടു കൂടിയവളാണ് ദേവി എന്നാണ്. 3 ചരിത്രമാണ് പ്രസിദ്ധം നടത്തും. വേറെ ഒന്നില്ല എന്നല്ല, അതാണ് പ്രസിദ്ധം. അതാണ് ആദ്യത്തിൽ പറയുന്നത്. മധുകയുടെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവി പ്രത്യക്ഷമായതാണ് ഒരു പ്രധാന സംഭവം. പിന്നെ കാലം കുറേ കഴിഞ്ഞപ്പോൾ മഹിഷാസുരമർദ്ദിനിയായിട്ട് വന്നു. പിന്നെ ശുംഭനിശുംഭന്മാരെ വധിക്കാനായിട്ട് വന്നു. ഈ 3 ചരിത്രമാണ് പ്രധാനപ്പെട്ടത്. അതിനിടയിൽ പലതും ഉണ്ടായി. അപ്പോൾ അതെന്താണെന്ന് അവർ ചോദിച്ചപ്പോൾ ആ കഥയൊക്കെ ഞാൻ പറയാൻ ഉള്ളൂ. ഇതിനകത്ത് ഈ ദേവി മഹാത്മ്യം പോലുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു ഗുണദോഷം എന്താ വെച്ചാൽ ഇതെങ്ങനെ പറയാം. 3 മണിക്കൂറും പറയാം, 30 മണിക്കൂറും പറയാം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 10-14 ദിവസം ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകാം. ഇത്രയും ദീർഘിപ്പിക്കാം. അതേശം അരമണിക്കൂർ കൊണ്ട് പറയാം. കഥ എത്രയേ ഉള്ളൂ. പക്ഷേ കഥയെ ഓരോന്ന് അതിർവെടുത്തി വിസ്തരിച്ച് എത്രയും പറയാം. അതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ സമയം കുറയാമല്ലോ, 11 മണി കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുന്നത്? ആദ്യത്തിൽ പറയുന്നത് ഈ മധുകൈടഭമർദ്ദിനിയായിട്ടാണല്ലോ വന്നത്. അതിനെപ്പറ്റിയൊരു കഥ പറയാൻ. ആരാണ് ഈ മധുകൈടഭന്മാർ? അവരെന്താ ചെയ്തത്? അവരെങ്ങനെയാണ് ദേവി വധിക്കാൻ കാരണമായിട്ട്? ദേവി നേരിട്ട് വധിക്കുകയല്ല ചെയ്തത്. അപ്പോൾ അവരെ വധിക്കാൻ വിഷ്ണുവിനും ബ്രഹ്മാവിനൊക്കെ വേണ്ട ബുദ്ധി യുക്തിയൊക്കെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കഥയിനെ പറയാൻ. സൃഷ്ടിയുടെ ആരംഭകാലത്ത് സൃഷ്ടിപ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്ത് ചെയ്തു? 2 അസുരന്മാരുണ്ടായി എന്ന് പറയാം. എന്തിനുണ്ടായെന്ന് ചോദിക്കരുത്. ചില കഥകളൊക്കെ എങ്ങനെയാണ്, പിന്നെയും ചോദിച്ചാൽ ഉത്തരവൊന്നുമില്ല. ഒരു പരിധി ഞാൻ ചോദ്യമൊക്കെ അവിടെ നിർത്തുവാൻ. യാജ്ഞവൽക്യനോട് ഗാർഗി കുറേ ചോദ്യം ചോദിക്കുന്നതായിട്ട് ഉപനിഷത്ത് കാണാം. ഓരോരോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവസാനത്തെ യാജ്ഞവൽക്കം പറയുന്നുണ്ട്, ഗാർഗി എനിക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല, എനിക്ക് ചോദിച്ചാൽ അതിൻ്റെ തല പൊട്ടി തിരിച്ചു പോകുന്നു വെച്ചാൽ അവനോട് നിലനിൽപ്പിനില്ലാണ്ടാവും നടത്താം. എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇപ്പോൾ എന്തിനാണ് ഇതുണ്ടായതെന്ന് വെച്ചാൽ അതിന് കാരണം പറഞ്ഞു. അതെന്തിനാ അങ്ങനെ ഉണ്ടായെന്ന് അതിന് പറയാം. പിന്നെ ചോദിച്ച് അങ്ങേ ദിവസം ചോദിച്ചാൽ പിന്നെ ഒരു കാരണം ഇല്ലാണ്ടാവുക. അപ്പോൾ പറഞ്ഞു ഏതായാലും എന്താ ചെയ്തത്? വിഷ്ണു കർണമലോത്ഭവോ പറഞ്ഞു. വിഷ്ണുവിൻ്റെ കർണമലം ചെവിക്കായൊക്കെ ഉണ്ടല്ലോ. ആ ചെവിക്കായിരുന്നു 2 ആളുണ്ടായിരുന്നു. ഇപ്പോൾ ചെവി 4 ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ചോദ്യം ഒരാളുടെ കഥ എങ്ങനെയാണ്? വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്ന് ചെവിയിലോരോ സാധനം ഇങ്ങനെ ഉറിഞ്ഞു കൊടുത്തില്ലേ, അതിനതുപോലെ 2 അസുരന്മാരില്ല. അവരാണ് മധുകൈടഭന്മാർ. മഹാകേവന്മാരായെന്നൊക്കെ പറയുന്നില്ല. അവർ കേമായി തപസ് ചെയ്തു നോക്കിയാൽ. ഈ അസുരന്മാരെ കഥയിലൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ അവരൊന്നും ഈശ്വര നിഷേധികളായിരുന്നില്ല. അത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും. അവരൊക്കെ വലിയ ഭക്തന്മാർ, അധികം തപസ് ചെയ്ത ആളുകളാണ്. ഹിരണ്യേശ്വരനും രാവണനാരും കുംഭകർണനാരും നോക്കികളെ പുരാണത്തിലെ 100 കണക്കിന് അസുരന്മാരെ കഥ പുരാണത്തിലുണ്ട്. ആരും ഈശ്വരൻ ഇല്ലയെന്ന് പറയുകയല്ല ചെയ്തത്. എന്താ ചെയ്തത്? തപസ്യാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വീര്യത്തോടു കൂടിയിട്ട് ഏകാഗ്രതയോട് കൂടി തപസ് ചെയ്തു. എന്നിട്ടും നാശത്തിലാണ് ചെന്ന് വിട്ടെന്ന് മാത്രം. അതെന്തുകൊണ്ടാണ്? പ്രവൃത്തിയുടെ ദോഷം കൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അല്ലാണ്ട് ഞാൻ നാമം ജപിക്കുന്ന ആളാണ്, ഭാഗവതം വായിക്കുന്ന ആളാണ്, കീർത്തിക്കുന്ന ആളാണെന്നിട്ട് അല്ല. നമ്മുടെ പെരുമാറ്റ സ്വഭാവം നന്നല്ലേ. ഇവരൊക്കെ ഈശ്വരനെ സൂചിച്ച ആളുകളാണ്. നശിക്കില്ലേ ഇത്? രാവണനെ പോലെ കാര്യം തപസ് ചെയ്തിട്ടോ? ഹിരണ്യേശ്വരനെ പോലെ ആരും തപസ് ചെയ്തില്ല. ബ്രഹ്മാവ് തന്നെ ഹിരണ്യേശ്വരനോട് പറയുന്നത് എന്താണ്? മോനെ, ഇതുവരെ ആരും പണ്ടിങ്ങനെ തപസ് ചെയ്തിട്ടില്ല എന്നാണ്. അത്രയമായ തപസ് ചെയ്ത ആളാണ്. പക്ഷെ എന്തിനാ ചെയ്യുന്നത്? എനിക്ക് ശക്തി ഉണ്ടാവണം, എനിക്കെല്ലാവരും ദ്രോഹിക്കണം, എന്നാരും ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ഒരു ബുദ്ധിയാണ്. ബലം കെട്ടിയിട്ട് വേറൊരാളെ ദ്രോഹിക്കണം എന്നുള്ള ഒറ്റ ബുദ്ധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നശിച്ചു പോയത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏകാദശി നോറ്റു, ഭാഗവതം വായിച്ചു, ഗുരുവായൂർ പോയി എന്നും പറഞ്ഞ കാര്യമില്ല നടത്താം. ലോകോപകാരം ചെയ്യാതെ ലോകോപദ്രവം ചെയ്താൽ നാശം തന്നെയാണ് ഫലം. ഇവരൊക്കെ ഈശ്വരനെ ഭജിച്ച ആളുകളാണ്. അതാണ് എല്ലാ കഥയിലും പറയുന്നത്. അല്ലാതെ അവർ ഈശ്വരനെ നിഷേധിക്കുകയല്ല ചെയ്തത്. തുടക്കത്തിൽ എന്ത് ചെയ്തു? കേമായി തപസ് ചെയ്തു. അധികം ബ്രഹ്മാവിനെ തപസ് ചെയ്യുക. തപസ്സൊക്കെ ചെയ്തു. അവർ പറഞ്ഞു നമുക്ക് ബലം ഉണ്ടാവണം, വീര്യം ഉണ്ടാവണം, ഇവർ പറയില്ല. അതൊന്നും അവിടെ വിസ്തരിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ബലവും വീര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യണം. ആ ഒറ്റ ബുദ്ധിയുള്ളൂ. ലോകോപകാരം ചെയ്യുന്ന ബുദ്ധിയൊന്നുമില്ല. ആരും യുദ്ധം ചെയ്യാൻ കാണുന്നില്ല. കാരണം സൃഷ്ടിയുടെ ആരംഭത്തിലാണ് സകല ഈ പ്രളയജലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വിദ്യാപരിക്ക് നടക്കുന്ന സമയത്താണ് ഈ വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ബ്രഹ്മാവിനെ ഇരിക്കുകയാണ്. 4 മുഖമൊക്കെ സാധുവായിട്ടിരിക്കുക. അപ്പോൾ നെച്ചങ്ങായിയോട് യുദ്ധം ചെയ്യാൻ നോക്കണേ. അയാൾ സാധു ഒന്നും ചെയ്യാത്ത ആളാണ്. ബ്രഹ്മാവിന് യുദ്ധമൊന്നും വശമില്ലാത്ത ആളാണേ. അപ്പോൾ ബ്രഹ്മാവിനോട് യുദ്ധം ചെയ്യുന്നു. ബ്രഹ്മാവപ്പോടെ പരിഭ്രമിച്ചു പോയി. 4 തല കൊണ്ട് ആലോചിച്ചു ഇനിയിപ്പോൾ എന്താ ഇതിനെ രക്ഷപ്പെടാൻ വഴിയിൽ. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ വിഷ്ണുവിനെ ഉണർത്താം. വിഷ്ണുവാണ് യുദ്ധക്കാരനെ, അടിക്കാരനാണ്. ഈ നാളാണ് യുദ്ധമൊക്കെ ചെയ്യുന്ന ആൾ വിഷ്ണുവാണ്. വിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ സ്തുതിച്ചു എന്ന് പറയാൻ.
അതിനിടയ്ക്കും ചില തമാശകളൊക്കെ ഉണ്ടായിട്ടോ, കുറേ തമാശകളായിട്ട് പറയലില്ല, അതൊന്നും ഇവിടെ വിസ്തരിച്ചില്ല എന്നേ ഉള്ളൂ. അതായത് ഈ ബ്രഹ്മാവിനോട് യുദ്ധത്തിന് പോയ സമയത്ത് വിഷ്ണു എന്താ ചെയ്യുന്നത്, വിഷ്ണു എപ്പോഴും കാണാൻ യോഗത്തിലാണ്, എപ്പോഴും കള്ളുറക്കാണ് മൂപ്പരെ, എപ്പോഴും ഉറങ്ങാൻ തോന്നുക ബുദ്ധിമുട്ട്, ഉറങ്ങുന്ന സമയത്ത് ബ്രഹ്മാവിന് വിഷമായി. ഉറങ്ങുന്നയാൾ ഉണർത്താൻ പാടുണ്ടോ? സദാചാര നിയമങ്ങളും ധാർമ്മിക ശാസ്ത്രങ്ങളും പ്രകാരം 4 ആളിനെ ഉണർത്താൻ പാടില്ല നിയമമുണ്ട്. അതിന് 4 തരത്തിലുള്ള മഹാപാപങ്ങൾ അതിനാണ്. പിന്നെ അങ്ങനത്തെ ഒന്നാണ് ഈ ഉറങ്ങുന്നയാൾ ഉണർത്തുക എന്നുള്ളത്. അയാളെ ആവശ്യത്തിന് വേണ്ടി അയാളെ ഗുണത്തിന് വേണ്ടി ഉണർത്താമെന്നല്ല. അതിപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് വേണ്ടി ഉണർത്താം, നമുക്ക് വേണ്ടി ഉണർത്താൻ പാടില്ല എന്നുള്ളത്. അതുപോലെ ദമ്പതിമാരുടെ വിഹാരത്തിന് തടസ്സം ഉണ്ടാക്കുക, ഇതൊക്കെ മഹാപാപങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുന്നയാൾ ഉണർത്തുക ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെ പലതും ഉണ്ട്, അതൊന്നും ഇപ്പോൾ വിസ്തരിക്കേണ്ട. അപ്പോൾ ഇയാൾ ഉറങ്ങാണല്ലോ വിഷ്ണു, ഉറങ്ങുന്നയാൾ ഉണർത്തിയാൽ പാപം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഉണർത്തിയിട്ട് വേണം ഈ യുദ്ധം വരെ നേരിടാനേ. അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ ഈ ചെതലുകളെ സൃഷ്ടിച്ചു എന്നാണ്, പ്രമീ എന്ന് പറയും. ചെതലുകളെ സൃഷ്ടിച്ച് പിന്നെ അതിന് മുമ്പ് വേറെ ചില സംഭവം ഉണ്ടായി. എല്ലാ ഇതൊക്കെ പരസ്പരം കോർത്ത് പോകുന്നതാണ്. ചുരുക്കത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അദ്ദേഹം സ്തുതിച്ചു. ആദ്യം സ്തുതിയെല്ലാം കേട്ടിട്ട് വിഷ്ണു ഉണർന്നു. വിഷ്ണുവിനോട് യുദ്ധത്തിന് 5000 കൊല്ലം യുദ്ധം ചെയ്തതാണ്. ഇവർ 2 ആൾക്കാരുണ്ടല്ലോ, 2 ചെറുപ്പക്കാരാണ്. ഒരാൾ 5000 യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾ വിശ്രമിക്കാൻ പോകും, മറ്റേ ആൾ 5000. ഇങ്ങനെ 10000 കൊല്ലം യുദ്ധം. വിഷ്ണു ഒറ്റയ്ക്കേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരാൾ സഹായിക്കാനില്ല. അപ്പോൾ ഇത് കാലം കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ വിഷ്ണു പറഞ്ഞിടോ, ഇത് ശരിയില്ല, നിങ്ങൾ 2 ആൾക്കാരില്ലേ, എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല, നിങ്ങളിങ്ങനെ മാറി യുദ്ധം ചെയ്യാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എന്നെ വിശ്രമിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്രമിക്കാൻ അവർ അനുവദിച്ചു കൊടുത്തു. സാധു വിശ്രമിച്ചോട്ടെ എന്ന് പറഞ്ഞു. വിശ്രമിക്കാൻ വിരിച്ച് കിടക്കാനും നേരമുണ്ടോ? അതുകൊണ്ട് വിഷ്ണു എന്ത് ചെയ്തു വെച്ചാൽ ഈ വില്ലിങ്ങനെ നിലത്ത് കുത്തിപ്പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തലയെ വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയിന്ന്. ഒരു രസകരമായ കഥ ദേവീഭാഗത്തൊക്കെ വിസ്തരിച്ച് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചില ഈ ബസ്സിലൊക്കെ കമ്പിയെല്ലാം പിടിച്ച് ഇങ്ങനെ ഉറങ്ങുകയാണ്, കഴുത്തതിനോട് വെച്ചിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവർക്ക് എന്താ പണി വേണ്ടേ, പിന്നെ യുദ്ധം ചെയ്യാനാളില്ല. ഇവർക്ക് നമ്മളെ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുകയും ഭക്ഷണമൊന്നും വേണ്ടായിരിക്കുമല്ലോ. ഇവർക്ക് യുദ്ധം ചെയ്യാന്നുള്ളതാണ് പ്രധാന തൊഴിലല്ല. അപ്പോൾ ഈ ബ്രഹ്മാവ് പോവുകയും ചെയ്ത് വിഷ്ണു ഉറങ്ങിപ്പോയപ്പോൾ പിന്നെ യുദ്ധം ചെയ്യാനാളില്ല. ഇവർ വീണ്ടും ബ്രഹ്മാവിൻ്റെ ചെയ്യുന്ന യുദ്ധത്തിന്. അതുകൊണ്ടാണ് ഇയാൾ ബ്രവീനെ സൃഷ്ടിച്ചത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ വില്ലിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുള്ള ഇങ്ങനെ കാണും, വില്ലിന് ഞാനുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബ്രഹ്മാവ് ഈ ചെതലുകളെ സൃഷ്ടിച്ചതിൽ വളരെ ചെറിയ ജീവികളാണ്. അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്നിട്ട് ഞാണ് തിന്നുകളാണ്. ചെതലരിച്ചു ആയത് വീണു പോകല്ലോ, ഇതിനോട് കെട്ടിയിട്ടല്ലേ, ഒരു ഭാഗം ചട്ടായത് തെറിച്ചു പോയി. അപ്പം വിഷ്ണു ഇയാൾ ഉണരാണ്ടിരിക്കില്ല, അതാ സാമർഥ്യം. അപ്പോൾ പറഞ്ഞിട്ടതാ കാര്യം, ഈ ചെതലുകൾ പറഞ്ഞേ ഞങ്ങളതൊന്നും ചെയ്യില്ല, ഉറങ്ങുന്നയാൾ ഉണർത്തുന്ന ബ്രഹ്മഹത്യാവാന്ന് നോക്കണേ. ബ്രഹ്മാവിനോട് അങ്ങോട്ട് ഉപദേശിക്കാനേ, ബ്രഹ്മാവ് സൃഷ്ടിച്ച് ജന്തുക്കളൊക്കെ. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ ബ്രഹ്മാവ് കുഴങ്ങി. ബ്രഹ്മാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാനതിന് പ്രതിഫലമായിട്ട് ചിലത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, പൈസ കിട്ടിയ ആളിൽ എന്തും ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താ തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്രാഹ്മണനൊന്നും ശ്രദ്ധിച്ചൊന്നും വരില്ലേ, ബലിച്ചിങ്ങനെ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞിട്ട് കുണ്ടത്തിനൊന്നും വേണ്ടില്ല എന്ന് വരും ചിലപ്പോൾ, പുറത്തൊക്കെയാണ് വഴി, അതൊക്കെ തിന്നോളാൻ പറഞ്ഞു. ഒരു രസീയത്താണ്, ഇപ്പോൾ ഒരു അവകാശം കിട്ടിയതാണ്. അത് ഹോമത്തിന് കുണ്ടത്തിന് പുറത്ത് വിടുന്ന സാധനമൊക്കെ തിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോൾ അവരൊന്നും വന്നാൽ ഞങ്ങൾ ഉണർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ കാശ് കിട്ടുവെച്ചാൽ എന്തും ചെയ്യാമെന്ന് മനസ്സിലാണ്. പണ്ടേ ഉള്ള സ്വഭാവം ഇതേ, ആദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ ഞാൻ കരന്ന് കളഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടാണ് ഇവിടുത്തെ കെട്ടം കൊട്ടിപ്പോൾ ഇതങ്ങ് തെറിച്ചു പോയില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, വില്ല് കണ്ടിട്ടില്ലേ, വില്ല് ഇങ്ങനെ വളച്ച് കെട്ടിയതാണല്ലോ. അപ്പോൾ ഒരു ഭാഗത്തെ കെട്ടി വിട്ടുപോയാൽ അങ്ങ് തെറിച്ചു പോവും. വിഷ്ണു ഉണർന്നു. പക്ഷേ വിഷ്ണു ഉണർന്നു എന്ന് മാത്രമല്ല, കഷ്ടകാലത്തിന് വിഷ്ണു തലയിൽ തെറിച്ചു പോയി. നോക്കണേ, അങ്ങനെ അപകടമുണ്ടായി. അത് വേറൊരു കഥയാണ്, അതാണ് നിൽക്കട്ടെ. അത് തല തെറിച്ചു പോകാൻ ആ കാരണം എന്നൊക്കെ വേറെ കഥയുണ്ട്. അത് ചുരുക്കത്തിൽ പറഞ്ഞ ഇതേ ഉള്ളൂ. പണ്ട് വിഷ്ണുവും പിന്നെ സാക്ഷാൽ ലക്ഷ്മി ദേവി കൂടി തന്നെ ഇരിക്കാൻ അവിടെ വൈകുണ്ഠത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വിഷ്ണു എന്തുകൊണ്ടോ ചിരിച്ചു, എന്താണെന്ന് അറിയില്ല, എന്നേലും ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മന്ദഹസിക്കുന്നില്ല. അപ്പോൾ ഭാര്യയായ ലക്ഷ്മി ചോദിച്ചു എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഭാര്യമാർക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും, ഇത് വേറെ പെണ്ണുങ്ങളെ പറ്റി വിചാരിച്ചിരിക്കുകയെന്ന് വിചാരിച്ചുള്ള പരിഭ്രമം കൊണ്ടാണ്. അപ്പോൾ 2 പേരും ചോദിച്ചപ്പോഴും വിഷ്ണു കേട്ടില്ല, അത് മൈൻഡ് ചെയ്തില്ല, അതാണെന്നും പറഞ്ഞില്ല. പറയാതിരുന്നപ്പോൾ ദേഷ്യം വന്നു. ലക്ഷ്മിക്ക് ദേഷ്യം വന്ന് ലക്ഷ്മി പറഞ്ഞു അങ്ങയുടെ തല പൊട്ടിത്തെറിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഭർത്താവിൻ്റെ തലേ സർക്കാർ യുക്തന്മാരത്തെ ദേഷ്യത്തിനാണ്, ഇങ്ങനെ ചില അപകടമൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടേ, അവിടെ ഈ തലതെറിച്ച് പോകാൻ കാരണം. അതൊക്കെ ഇരിക്കട്ടെ. അതിങ്ങനെ കുറേ ഈ പുരാണത്തിലെ കഥ എന്ന് പറഞ്ഞാൽ ചങ്ങല പോലെയാണ്, ഒന്നിനോട് കെട്ടി കുറേ കഥകളാണ്, ഒന്നും സ്വതന്ത്ര കഥയല്ല. ഏതായാലും ഇങ്ങനെ ഉണ്ടായി. ഇപ്പോൾ ബ്രഹ്മാവ് പിന്നെയും വിഷമിച്ചു. ബ്രഹ്മാവ് പിന്നെ ഓപ്പറേഷനൊക്കെ വശമുള്ളതാണ്, സൃഷ്ടികർത്താവാണ്, തലയൊക്കെ ചേർത്ത് വെച്ചു എന്ന് പറയാം, ഒരു കുതിരത്തല വെച്ച് കൊടുത്തു എന്നൊക്കെ അല്ല കഥകൾ വേറെ ഉണ്ട്. ഏതായാലും ഇങ്ങനെ
വിഷ്ണുവായിട്ട് യുദ്ധം ചെയ്തു. വിഷ്ണു പിന്നെ യുദ്ധം ചെയ്തു. ചുരുക്കത്തിൽ എത്രയുള്ളൂ, 10,000 വർല്ലങ്ങളാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ യുദ്ധത്തിന് യാതൊരു അറുതിയില്ല. അപ്പോൾ വിഷ്ണു പറഞ്ഞു ഇവരോടുള്ള വിഡ്ഢികളെ, ഞാൻ എന്തിനു യുദ്ധം ചെയ്ത കാര്യം, വെറുതെ സ്വസ്ഥമായിരുന്നാൽ മതി. ശരീരം മുഴുവൻ തപിപ്പിക്കുന്ന ആ യുദ്ധം ചെയ്യാൻ അത്ര സുഖമുള്ളതല്ല, ഇങ്ങോട്ട് കുറേ അടിയും ഒക്കെ കിട്ടുമല്ലോ. അതുകൊണ്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് വരം തരാമെന്ന് പറഞ്ഞു, അവരെ സമാധാനിപ്പിക്കാൻ വരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ അപ്പോഴെന്ത് ചെയ്തു, സാക്ഷാൽ ദേവി ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായതാണ്. അവർക്കൊരു ബുദ്ധി ഉപദേശിക്കാമെന്നോണം പ്രേരിപ്പിക്കാമെന്നോണം വന്നതാണ്. ദേവി നേരിട്ട് കൊല്ലുന്നല്ല ചെയ്തത് ഈ മധുകേടവന്മാരെ. അപ്പോൾ വിഷ്ണുവിനൊരു ബുദ്ധി തോന്നിയതാണ്. ഇവരെന്ത് പറഞ്ഞു, ഇവരുടെ മനസ്സിനെ ഭ്രമിപ്പിക്കാനാണ് ദേവി വന്നതേ. ദേവി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ മായാരൂപിണിയായ ദേവിയെ കണ്ടപ്പോൾ ഈ മധുകേടന്മാരുടെ മനസ്സൊക്കെ കൂടി ഇളകി. തിളക്കാനുള്ള പെണ്ണുങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വലിയ വീരത്വലം കാണിക്കുകയും സ്ത്രീകൾ നോക്കി നിൽക്കുമ്പോൾ കേമനാന്ന് വരണ്ടേ. അതുകൊണ്ട് ഇവർ പറഞ്ഞേ ഞങ്ങൾ ഇതിനോട് വരമാകില്ലാന്ന്. വരമായി കൊള്ളുന്നതിലാണ് വിഷ്ണു പറഞ്ഞത്. അപ്പോൾ വരം തരാന്ന് പറഞ്ഞപ്പോൾ ഒരു അഭിമാനത്തിന് ക്ഷത തോന്നി. അവർ പറയാം ഞങ്ങൾ നിങ്ങളോട് വരം പോകാല്ല, നീ തോൽക്കാൻ പോകുന്നവനാണ്. തോറ്റവന് വരം കൊടുക്കുക എന്നല്ലാതെ തോറ്റവനോട് ആരെങ്കിലും ഇങ്ങോട്ട് വരമാകും, എനിക്ക് ഞങ്ങൾക്ക് വരം വേണ്ടാന്ന്, ഞങ്ങൾ അങ്ങോട്ട് വരം തരാമെന്ന് പറഞ്ഞു. അഭിമാനം കൊണ്ടേ ഈ പെണ്ണുങ്ങളെ നോക്കിയിരുന്നല്ലോ, ഈ മായരെ കണ്ടിട്ടാണ്. അപ്പോൾ വിഷ്ണുവിന് വളരെ തന്ത്രശാലിയാണ്. വിഷ്ണുവിനോ ആയിക്കോട്ടെ ഞാൻ വരമായിക്കോളാന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വരാൻ എന്ത് വരാണ് വേണ്ടതെന്ന് വിഷ്ണുവോട് ചോദിച്ചു അവർ. അപ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്ക് നിങ്ങളെ കൊല്ലാനാണെന്ന് പറഞ്ഞു. നോക്കണേ കഷ്ടകാലം, ഇവരാ ഇത്ര വലിയ വീരന്മാരാണ്. പക്ഷെ വരം തരാമെന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പം എന്ത് ചെയ്യും, വിഷ്ണു ഇവരെ കൊല്ലും. ഇവരെന്നെ യാചിച്ച് വാങ്ങിയതാണ്, ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് വെച്ചതേ. ഇതൊക്കെ മായാപ്രഭാവേണ എന്നുള്ളതാണ്, മായ കൊണ്ടാണ്. ദേവി അങ്ങനെ മോഹിപ്പിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, യാതൊരു ഗതിയില്ലാതെ വിഷ്ണുവോട് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു എന്താണ്, എനിക്ക് നിങ്ങളെ കൊല്ലാനാവണമെന്ന്. അവർക്ക് യാതൊരു ഗതിയില്ല, സമ്മതിച്ചുകൊള്ളുന്നു. അങ്ങനെയാണ് വിഷ്ണു കൊല്ലാൻ പറ്റിയത്. ഈ ബുദ്ധി ആര് ഉപദേശിച്ചാണ്, വാക്കുകൊണ്ട് ഉപദേശിച്ചല്ല, സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ ആപ്പാട് വിഷമത്തിലായി. അപ്പോൾ കാരണജലം മാത്രമേ ഉള്ളൂ. 4 പേർ നോക്കി, ഇപ്പോൾ ഒരു വെള്ളമേ കാണാനുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞു വെള്ളത്തിൽ ഞങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞു. അവനെ കൊല്ലാൻ സ്ഥലമുണ്ട് അവരിൽ വെച്ചിട്ടാണ്. അതാ വേറൊരു സാമർഥ്യം. അതൊക്കെ ആയിക്കോളാം. വിഷ്ണു എന്ത് ചെയ്തു, തൻ്റെ തുടകൾ വലുതാക്കി കൊണ്ടുവന്നിട്ട് ആ തുടയുടെ മേലെ വെച്ചിട്ട് ഈ 2 വിദ്വാന്മാരെ കൊന്നു കളഞ്ഞു. ഇതാണ് ദേവി ഒരു പ്രഭാവമാണ്. അങ്ങനെയാണ് മേദിനി എന്ന് പേരുണ്ടായ ഭൂമിക്കുന്നതാണ്. മേധസ് എന്നാൽ ഈ മാംസവും മേധസ് എന്ന് പറയുമല്ലോ, അതിങ്ങനെ ഒഴുകി ഭൂമിയിൽ പരന്നു. അങ്ങനെയാണ് ഭൂമി ഉണ്ടായത്. അതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന് പേരുണ്ടായത് ഒരു കഥ. ഇതാണ് ആദ്യത്തെ കഥ. ഇത് മധുകൈടവന്മാരെ വധിക്കാൻ വേണ്ടി ദേവന്മാർ അവിടെ നേരിട്ട് ദേവി വധിക്കുകയല്ല ചെയ്തത്. അതിന് ഉപോത്ബലകമായിരിക്കുന്ന ബുദ്ധി യുക്തിയൊക്കെ വിഷ്ണുവിനെ സൂചിപ്പിച്ചു. അത്രയാണ്. ഇതാണ് ഒരു കഥ പറഞ്ഞത്. അപ്പോൾ ദേവന്മാരെ സൂചിച്ചു എന്നുള്ള കഥ പറയാം. ഇങ്ങനെ ചെറിയ ചെറിയ കഥകളേ ഉള്ളൂ. പിന്നെ പറഞ്ഞ കാലം കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ലോകത്തിൽ മഹിഷാസുരൻ എന്ന് പറയുന്ന കേമനായ ഒരാളുണ്ടായി. അയാളെ കൊണ്ട് ദേവന്മാർക്ക് കഷ്ടത്തിലായി. അയാൾ ഈ പറഞ്ഞ തപസ് തന്നെയായത്, ബ്രഹ്മാവ് ചെന്ന് തപസ് ചെയ്തു. പക്ഷേ ബുദ്ധിയില്ലാത്ത ഈ മഹിഷൻ എന്ന് അറിയില്ല, പോത്താണ്, കറുത്ത ശരീരമൊക്കെ ആയിട്ട് വലിയ ബലവാനാണ്. ആ മഹിഷാവാനുള്ള കാരണമൊക്കെ വേറെ കുറേ പറയുന്നുണ്ട്, നമ്മൾ നോക്കണ്ട. ഏതായാലും പോത്തൊക്കെ തപസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ വിഷമാണ്. അതാണ് മഹിഷാസുരൻ. അതിഗംഭീരനായ ഒരു പോത്തിൻ്റെ രൂപത്തിലായിരുന്നു. ബ്രഹ്മാവിന് തപസ് ചെയ്തു. ബ്രഹ്മാവിനോട് വരം വാങ്ങുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞു എന്നെ ദേവന്മാരോ മനുഷ്യരോ പശുക്കളോ ഹിരണ്യേശു പറയുന്നില്ല, അതുപോലെ കുറേ ആളിലൊന്നും കൊല്ലരുതെന്ന് പറഞ്ഞു. അഥവാ എനിക്ക് പരാജയം, എൻ്റെ വധ ആരേ ചെയ്യാവൂ, സ്ത്രീകളെ കൈകൊണ്ടേ ഞാൻ കൊല്ലപ്പെടാവുന്നു. വെറുതെ അല്ല പോത്താന്ന് പറഞ്ഞേ, ബുദ്ധിയുള്ളവൻ പറയുമോ അങ്ങനെ? കാരണം പെണ്ണുങ്ങളെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നത് അഭിമാനമുള്ള സഹിക്കുമോ? വലിയ വീരനായിട്ട് ഇത് ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. ബുദ്ധിയില്ലാണ്ട് പറഞ്ഞു പെണ്ണുങ്ങൾ മാത്രമേ എന്നെ കൊല്ലാവുന്നു. അതെന്താ പറയാൻ കാരണം, പെണ്ണുങ്ങൾക്ക് ശക്തിയൊന്നുമില്ല, കൊല്ലില്ല വെച്ചിട്ടാണ്. ഇതൊക്കെ മരണത്തിന് രക്ഷപ്പെടാൻ പറയുന്നതേ. കാരണം അവരെപ്പോഴും ആദ്യം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് മരണം ഉണ്ടാവരുതെന്നാണ്. അപ്പോഴൊക്കെ ബ്രഹ്മാവ് പറഞ്ഞേ അതിന് വകുപ്പില്ല. യാതസ്സേതൃപോ മൃത്യു ധ്രുവം ജന്മം പ്രതസ്യത. ജനിച്ചാൽ മരിക്കാൻ പാടില്ല എന്നൊരു കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഹിരണ്യേശ്വരനെ പോലത്തെ ഇങ്ങനെ പല ഉപായം കണ്ടുപിടിക്കുന്നത്. ഇയാൾ പറഞ്ഞത് എന്നെ പെണ്ണുങ്ങളെ കൊല്ലാവുന്നുള്ളൂ. ബ്രഹ്മാവ് ഉള്ളുകൊണ്ട് ചിരിച്ചു, കിട്ടിയായി പോയിട്ട് വരം കൊടുത്തു. ഇതാണ് 3 അധ്യായത്തിലൊക്കെ വർണ്ണിക്കുന്നത്. അങ്ങനെ വരം കിട്ടിയാൽ പിന്നെന്താ ചെയ്യുക, എല്ലാവരെയും ജയിക്കാൻ പുറപ്പെട്ടു. ദേവന്മാരൊക്കെ ജയിച്ചു. ദേവന്മാരൊക്കെ സ്വർഗ്ഗലോകത്ത് പുറത്താക്കി. അവർ ഗതിയില്ലാതെ കണ്ട പർവ്വത ഗുഹകളിലും നദീതീരങ്ങളിലൊക്കെ ഗതിയിലാണ് ഇങ്ങനെ അലയ്യാൻ. അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ കൂടി വിചാരിച്ചു എന്നെ എന്താ ചെയ്യാമെന്ന് ഈ ത്രിമൂർത്തികൾ കൂടി ആലോചിച്ചു. നമ്മളൊക്കെ പുരുഷന്മാരാണ്, ഇയാളെ പുരുഷന്മാർക്കൊന്നും കൊല്ലാൻ പറ്റില്ല, സ്ത്രീകളെ വിടുന്നുള്ളേ. ഈ പെണ്ണുങ്ങളെ പറഞ്ഞേക്കാന്ന് വെച്ചാൽ ഈ ലക്ഷ്മിക്കോ പാർവതിക്കോ ഒന്നും യുദ്ധം ചെയ്തിട്ട് ശീലമില്ല. ഇവർക്കാണ് ഇവരെ ഭാര്യമാർ. ബ്രഹ്മാവിന് സരസ്വതി, മഹാലക്ഷ്മി, ശിവൻ്റെ ഭാര്യയായി പാർവതി, ഇവർക്കൊന്നും യുദ്ധം ചെയ്ത് ശീലമില്ല. പിന്നെ ആരെയിപ്പോൾ ചെയ്യുക എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചു. ഇവരൊക്കെ വലിയ ചർച്ചകളൊക്കെ ദേവീഭാഗത്തിലുണ്ട്, ഇവിടെ അത്രയും വിസ്തരിച്ച് പറഞ്ഞില്ല. അത് അങ്ങനെ ഇരിക്കെ അവരെന്ത് ചെയ്തു,
എന്നാൽ പിന്നെ സാക്ഷാൽ ജഗദമ്പിയായിരിക്കുന്ന പണ്ട് മധുവയുടെ സമയത്ത് ഹാജരായിട്ടുള്ള ദേവി, ആ ദേവിയെ സ്തുതിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹിമാലയ വാർഷത്തിൽ ചെന്നിട്ട് ദേവിയെ ക്ഷേമമായി സ്തുതിച്ചു. ആ സ്തുതിയൊക്കെയാണ് പ്രധാന യഥാർത്ഥത്തിൽ. ആ സ്തുതിയിൽ പല കാര്യവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്. സ്തുതികളും ഈ ഉപദേശങ്ങളുമാണ് പുരാണങ്ങളിലെ സത്യമായിട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ കഥയാണ്, കഥയെ പറയാൻ. അവർ ക്ഷേമമായി സ്തുതിച്ചു. സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? എല്ലാ ദേവന്മാരുടെയും അംശങ്ങൾ ചേർന്നിട്ട് ദേവി രൂപമായി വന്നു എന്ന് പറയാൻ. അതാണ് ദേവകാര്യ സമുദ്യത എന്ന് സഹസ്രനാമത്തിൽ കാണുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഹൃത്താകുന്ന കൊണ്ടെന്ന് ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത എന്ന് പറയുന്നത് കൊണ്ടാണ്. ചിത്താകുന്ന അഗ്നികുണ്ടത്തിൽ നിന്ന്, ചിത്തിച്ച മനസ്സാണ്. ദേവന്മാരൊക്കെ കൂടി ഒരേ മനസ്സോടു കൂടി ആ ദേവിയെ വിചാരിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് ബ്രാഹ്മി ദേവത ഉണ്ടായി, വിഷ്ണുവിൻ്റെ അംശമായി വൈഷ്ണവി ഉണ്ടായി, കുബേരൻ്റെ സ്വരൂപമായിട്ട് കൗബേരി ഉണ്ടായി, ഇന്ദ്രൻ്റെ ഭാഗമായി ഇന്ദ്രാണി ഉണ്ടായി എന്നിങ്ങനെ പറയാം. അതിൻ്റെ അകത്ത് നിരന്തൻ്റെ ഭാര്യയായി നൈരൃതി ഉണ്ടായി എന്നിങ്ങനെ പറയാൻ. ഇങ്ങനെ ദേവന്മാരുടെ എല്ലാ ഓരോ ഓരോ ചൈതന്യം, ഓരോ തേജസ്സും, ഓരോ പ്രത്യേക ശക്തി ഉണ്ടാവും. അതൊക്കെ കൂടി ചേർന്ന് ഒരു വലിയ സ്ത്രീ സ്വരൂപമായിട്ട് വന്നു. പക്ഷേ സമസ്ത ദേവന്മാരുടെയും ആശയങ്ങൾക്കും അഭിലാഷങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അനുസരിച്ച് ആ ദേവി ഉണ്ടായെന്നർത്ഥം. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ പറയുന്നത് ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത. ദേവന്മാരുടെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിത്താകുന്ന അഗ്നികുണ്ടത്തിൽ ദേവി പ്രത്യക്ഷമായിരുന്നു. മനോഹരമായ സ്വരൂപത്തോടു കൂടി വന്നു. അപ്പോൾ ദേവന്മാരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഈ മഹാഭാവിയായ മഹിഷാസുരനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, അയാളെ വധിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അപ്പോൾ ദേവി എന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ഒരു ഊഞ്ഞാലിലിരുന്നിട്ട് ആടിക്കൊണ്ട് ഗംഭീരമായി പാട്ടുപാടി. ആ പാട്ട് പാടുന്ന ശബ്ദം ഈ മഹിഷാസുരൻ്റെ മന്ത്രിമാരും സേവകന്മാരൊക്കെ കേട്ടു. അവർ ചെന്നു, ഇതാരായി പാടുന്നത്? കാരണം ഈ പെണ്ണുങ്ങളൊക്കെ എൻ്റെ ശബ്ദത്തിൽ പാടുക എന്നാൽ ഈ മഹിഷാസുരനെ ഭയന്നിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനൊന്നും ലെവലേശം വിലവെക്കാതെ ആരാണ് പാടുന്നതെന്ന് അവരിങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ എന്താ അതിമനോഹരിയായിരിക്കുന്ന ആ ദേവിയെ കണ്ടു. ആരുടെയും മനസ്സിനെ ഇളക്കാൻ പോകുന്ന ആ സൗന്ദര്യസാര സർവസ്വമായ ദേവിയെ കണ്ടപ്പോൾ അവരാകപ്പാടെ പരിഭ്രമിച്ചു. അവർ യജമാനായ മഹിഷാസുരനോട് ചെന്ന് പറഞ്ഞു, അതാ രാജാവേ, ഇങ്ങനൊരുത്തി ഇന്ന് പാടുകയാണ്, യാതൊരാളെ വിലയില്ലാണ്ട് ഇങ്ങനെ പാടുകയാണെന്ന് പറഞ്ഞു. അവളെപ്പോലെ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതിനെ കുറേ വിസ്തരിക്കുകയാണ്. ഗന്ധർവീന വാരുണി ഇങ്ങനെ പറയും. ഗന്ധർവ സ്ത്രീകളിൽ ഇങ്ങനെയല്ല, നാഗവസ്ത്രങ്ങളില്ല, ദേവകന്യകമാരും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങ് എല്ലാം കൊണ്ട് യോഗ്യനാണ്. മഹാരാജാവ് 14 ലോകം പിടിച്ചടക്കിയില്ലേ? അപ്പം അങ്ങനെയുള്ള രാജാധിരാജനായിരിക്കുന്ന അങ്ങക്ക് ഭാര്യയാക്കാൻ പറ്റിയ ആളായിരുന്നു പറഞ്ഞു കൊടുത്തു. അതുകൂടിയാണ് പറഞ്ഞു കൊടുത്തേ. കാരണം പഴയ പ്രമാണം അനുസരിച്ച് രത്നകാരി ഇത് പാർത്ഥിവ എന്നുണ്ട്. രാജാക്കന്മാർ രത്നകാരികളാണെന്നാണ്. രത്നം എന്ന് പറഞ്ഞാൽ അറിയാലോ, പലതരത്തിലുള്ള രത്നങ്ങളുണ്ട്. പ്രഖ്യാതമായിട്ട് നവരത്നങ്ങളുണ്ട്. അപ്പോൾ ഏത് വർഗത്തിൽപ്പെട്ടതിനും ക്ഷേമമായതിന് രത്നം എന്ന് പറയും. അപ്പോൾ നാരീരത്നമായിരിക്കുന്ന ഇവളെ അങ്ങ് പിടിച്ചുകൊണ്ടുവരുന്ന അവൾ പറഞ്ഞതേ. കാരണം രത്നമൊക്കെ തനിക്ക് വേണ്ടതാണ്. കാരണം രത്നകാരിയാണ് രാജാവ്. അവരവസരം കാണാം, രത്നകാരി ഇത് പാർത്ഥിവ. അപ്പോൾ രത്നം ഹരിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങക്ക് സ്ത്രീരത്നമായിരിക്കുന്ന ഈ സ്ത്രീയെ അങ്ങ് പിടിച്ചുകൊണ്ടുവരേണ്ടതാണ്, അങ്ങ് ഭാര്യയാക്കാൻ പറ്റുകയാണ്, ഒക്കെ അർഹതപ്പെട്ടതാണ് അർത്ഥം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ കാമാസക്തനായിരിക്കുന്ന ഇയാൾ ഇത് കേട്ടിട്ട് ആപ്പാട് അമ്പരുന്നു. ഇത്രയധികം സുന്ദരിയാണെന്നൊക്കെ കേട്ടപ്പോൾ കാമമുള്ളവർക്ക് എന്ന് കേൾക്കുമല്ലേ വേണ്ടു. അപ്പോൾ തൻ്റെ മന്ത്രിമാരോട് ചിക്ഷനം വിടാൽ എന്നൊക്കെ പറ്റി കുറേ ആൾക്കാർ പേരെങ്ങനെ പറയും. അതൊന്നും പറയാൻ തുടങ്ങി. അതൊക്കെ ദേവീഭാഗത്തിൽ ഓരോരോ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നിട്ട് ആ സ്ത്രീയോട് പറയൂ, എൻ്റെ കേമത്തൊക്കെ പറഞ്ഞിക്കൂ, എന്നിട്ട് അവളോട് എന്നെ വിവാഹം കഴിക്കാനും എന്നെ സ്വീകരിക്കാനും പറയൂ. ബലാദാകർഷമാണായ ഇനിയിപ്പോൾ അഥവാ അങ്ങനെ വൈകില്ലെങ്കിലോ അവളെ മുടിക്കെല്ലാം കുത്തിപ്പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവരുമെന്നാണ്. എളുപ്പം സാധിക്കുന്നവർ വിചാരിക്കുക. കാരണം സ്ത്രീയാണല്ലോ, സാധുവെന്ന് ചോദിച്ചിട്ടാണ്. അവർ ഓരോ ആളും ചെന്നിട്ട് ഓരോ വീട്ടിൽ ഇങ്ങനെ പറയുന്നതായിരുന്നു. കുറേ അധ്യായത്തുള്ളൂ. ഇവിടെ ഇല്ല, ദേവീഭാഗത്തിനൊക്കെ വിസ്തൃതി പറയാണ്. ഓരോ ആളും ചെന്നിട്ട് പറഞ്ഞു, ദേവി ഇതാ പിന്നെ മഹിഷൻ എന്ന് പറയുന്നത് ആ അസുരൻ ഞങ്ങളുടെ നേതാവാണ്, മഹാഗേവനാണ്, അതിസുന്ദരനാണ്. പൂത്തിനെ പറ്റിയാണ് പറയുന്നതേ. അവരുടെ ദൃഷ്ടിയിൽ സുന്ദരനായിരിക്കും. മഹാസുന്ദരനാണ്, കാമദേവോപമനാണ്. അതുകൊണ്ട് അങ്ങ് അവിടുത്തെ ഭാര്യാപദവി സ്വീകരിക്കണം. എന്ന് കഴിഞ്ഞാൽ ഭൂലോകത്തിൽ നിന്നല്ല 14 ലോകത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, എടാ വിട്ടികളെ, നിങ്ങളിങ്ങനെ പറയുന്നത് എൻ്റെ മനോഭാവം എന്താണെന്ന് കൂടി അറിയണ്ടേ ഈ പറയുന്നതേ. അഥവാ ഇനി വിവാഹം കഴിക്കുന്നതിൽ എല്ലാം ഒന്ന് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറയൂ, അങ്ങനെയാണ് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ദേവി അങ്ങനെയൊന്നും പറയരുത്, ഇത് ലോകം ദേവന്മാരെയും അസുരന്മാരെയും കൂടി കീഴടക്കിയിട്ടുള്ള ആളാണ്. അങ്ങനത്തെ ആളെ യുദ്ധത്തിൽ തോൽപ്പിച്ചാളെന്നൊക്കെ പറഞ്ഞാൽ വിഡ്ഢിത്തം കൊണ്ടും യൗവനത്തിൻ്റെ അഹങ്കാരം കൊണ്ട് തോന്നുകയാണെന്ന് പറഞ്ഞു. അതോ പറഞ്ഞ് ദേവി വിട്ടാക്കില്ല. ദേവി പറഞ്ഞു ഏതായാലും പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി. ഒരു സ്ത്രീ വന്നിട്ട് ലോകം മുഴുവൻ ജയിച്ച ഒരാളോട് എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി വേണ്ടതിന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ ആലോചിക്കാൻ.
അന്ന് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ദേവീഭാഗത്തിൽ അത് രസമായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ ആളും ഓരോ ന്യായം പറഞ്ഞു. ചിലർ പറഞ്ഞു അവള് യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്ന് പറഞ്ഞത് കാമയുദ്ധത്തിലായിരിക്കണം, രതിക്കരയിടയിൽ തോൽപ്പിക്കുന്നതായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ്. ഇങ്ങനെ ഓരോ വിട്ടിയുടെ ഓരോന്ന് പറഞ്ഞു. അസിലോമാവ് ബിലാലാക്കിയെന്ന് പറഞ്ഞു. ബിലാലത്തെ കുറുക്കനാണ്, ഓരോരോ ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ബുദ്ധിയിൽ കാമാനുഭവത്തിനപ്പുറമായിട്ട് കാമ്യമായിട്ടൊരു സാധനമില്ല. അതുകൊണ്ട് അവരതിനെപ്പറ്റി ഇങ്ങനെ പുരസ്കരിച്ച് പറയുകയാണ്. അതുകൊണ്ട് ആ സ്ത്രീക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു കാമം ഉണ്ടായിരിക്കണം. അത് പുറത്ത് പറയാനുള്ള ലജ്ജ കൊണ്ട് അവളെന്ത് ചെയ്യുന്നു, എന്നെ കാമയുദ്ധത്തിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞതാവണം എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ തയ്യേണ്ടത് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ആവേണ്ടതാണ്. എന്നാലും ഒരു പെണ്ണിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന മോശമല്ലേ. അതുകൊണ്ട് തൻ്റെ ആൾക്കാരെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരാളെ പറഞ്ഞേക്കാണ്. ഈ ചെല്ലുന്ന ആളൊക്കെ എന്ത് ചെയ്തു, ദേവിയുടെ അമിതമായിരിക്കുന്ന സൗന്ദര്യം കണ്ടിട്ട് ഭ്രമിച്ച് വശമായിട്ട് പറഞ്ഞു, ധാരാളം യുദ്ധം ചെയ്യാൻ വലിയ മടിയുണ്ട്, ഇത്രയധികം സ്ത്രീരത്വമായിരിക്കുന്ന ഒരാളോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്, അവിടെ യുദ്ധത്തിൽ നിന്ന് പുറപ്പെടരുത്, ഞങ്ങൾക്ക് കീഴടങ്ങുമെന്ന് പറഞ്ഞു. ദേവി ഒന്നും കൂട്ടാക്കില്ല. ഇതാണ് പല പ്രാവശ്യമായിട്ട് പറയുന്നത്. അങ്ങനെ വിടാലാഖ്യൻ അസലോമാവുന്നതുകൊണ്ട് കുറേ യുദ്ധന്മാരാണ്. ഇവരെല്ലാം ദേവി കൊന്നു. ഇത്രയൊക്കെ വധിച്ചു കഴിഞ്ഞിട്ട് ഈ ബുദ്ധിയില്ലാത്തയൊക്കെ മനസ്സിലായോ, കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ബാക്കിയുണ്ടാവും. അവർ ഓടി ചെന്നിട്ട് ബൊമ്പ ഒരാവയണമെന്നൊക്കെ കാണാം. അത് നെഞ്ഞത്തൊക്കെ അടിച്ചും കൊണ്ട് നിലവിളിച്ചും കൊണ്ട് പോയിട്ട് മനുഷ്യനോട് പറഞ്ഞു, ഇതാ അവരൊക്കെ കൊന്നു കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ വേറെ ആൾ പറഞ്ഞേക്കും. അയാൾ പറഞ്ഞിട്ട് അവസാനം ഇതാനേ ബാക്കിയുള്ളൂ. അയാൾ വന്നു. പിന്നെ കഴുതേനെ പൂട്ടി തീരില്ല വന്നതൊക്കെ പറഞ്ഞത്. കഴുതേനെ സാധാരണ കുതിരനെ പൂട്ടി തീരിലൊക്കെ പറഞ്ഞു. ബുദ്ധിയില്ലാതെ പോത്താണുള്ളത്, മഹിഷാസുരനാണല്ലോ. അതുകൊണ്ട് ആൾ ചെന്നു. അല്ല, ഈ 2000 കുതിരേനൊക്കെ പൂട്ടിയാൽ എവിടെയാണ് തേര് നിൽക്കുകയെന്ന് അറിയില്ലേ. പുരാണത്തിനോട് തമാശ. 2000 കുതിര നിൽക്കാൻ സ്ഥലത്തിൽ വേണോ, ഇങ്ങനെ ഈ തേര് ഓടിക്കുക എന്ന് പറയില്ല. അങ്ങനെയൊക്കെ ഒരു തമാശകളാണ് പുരാണത്തിന്. ഇങ്ങനെ ചെന്നു. അങ്ങനെ യുദ്ധസന്നദ്ധനായി ചെന്നിട്ട് അയാളെന്ത് ചെയ്തു, ദേവിയെ കണ്ട പാപ്പടെ മോഹിച്ചു പോയി. മനുഷ്യൻ്റെ കാമം മനുഷ്യനെ എത്രത്തോളം അധപ്പതിക്കുന്നതാണ്. അവനവൻ്റെ സുഹൃത്തുക്കളും സൈന്യവും മുഴുവൻ മരിച്ചുപോയി. ഇതൊക്കെ യുദ്ധം കാരണമാണ്. എന്നിട്ട് പോലും ആ ശരീരകൃതമായ കാമാണ്. ശരീരമല്ലേ കാണുന്നുള്ളൂ, ദേവിയാന്നവർക്ക് മനസ്സിലാവില്ല. ശരീരങ്ങളുടെ പാപ്പാൾ ഭ്രമിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ദേവി, യുദ്ധം ചെയ്യാൻ എനിക്ക് കൈകൾ പോകുന്നില്ല, വില്ലെടുക്കാൻ എനിക്ക് സാധിക്കില്ല, വാളുകൊണ്ട് എങ്ങനെ വെട്ടും, ഇത്ര സുന്ദരമായ ശരീരത്തിന് എങ്ങനെ വെട്ടു നോക്കും. അപ്പോൾ ദേവി പിന്നെ പറഞ്ഞു, ഛത്മാന്നൊക്കെയാണ് പറഞ്ഞത്, വിട്ടി ബുദ്ധിയില്ലാത്തവനെ എന്നൊക്കെയാണ് വിളിച്ചത്. ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്താണ്, യുദ്ധത്തിൽ വരുമെന്ന് പറഞ്ഞു. പിന്നെ പറയാനല്ല, യുദ്ധം ചെയ്തു, ദേവിയാളെ കൊല്ലുകയും. ഇതാണ് മഹിഷാസുരമർദ്ദിനി. അപ്പോൾ ദേവന്മാർക്ക് അമ്മായി സ്തുതിച്ചു. ഓരോ ആഴ്ച കഴിയുമ്പോൾ ദേവന്മാരെ സ്തുതിക്കും. ആവശ്യം കഴിഞ്ഞാലും ആവശ്യം നേടാൻ വേണ്ടി. അതാണ് നേരത്തെ പറഞ്ഞത്, മനോഹരമായ അധ്യായമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്ര മണിക്കൂർ പറയാമോ. 5-ാമത്തെ അധ്യായത്തിലാണ് നമസ്തസ്മൈ 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 എന്ന് നേരത്തെ എല്ലാം അങ്ങാണെന്ന് പറയുകയാണ്. ലോകത്തിലെ കാമനീയങ്ങളായിട്ട് എന്തുണ്ടോ, അത്യാവശ്യമായെന്നതോ ധാർമ്മികമായ രൂപങ്ങളായിട്ട് എന്തുണ്ടോ, മുഴുവൻ ദേവിയാന്ന് പറയാൻ. അതാണ് പഠിക്കേണ്ട ഒരു പ്രധാന ഭാഗം. ദേവീഭാഗത്തിൽ അതാണ്. എന്താ അവർ പറഞ്ഞത്, നിദ്രയായിരിക്കുന്നത് അവിടെ നിന്നാണ്. നിദ്രാരൂപേണ സംസ്ഥിത. ഉറക്കില്ല മനുഷ്യന് നല്ലൊരു ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ദേവീൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത്. നിദ്ര തന്നെ ഒരു ദേവിയാണ്. അതുകൊണ്ട് ദേവി അങ്ങാണെന്ന് പറഞ്ഞു. ക്ഷുധാച്ച വിശപ്പാണ്. ക്ഷുധാരൂപേണ വിശപ്പായിരിക്കുന്ന അങ്ങാണെന്ന് പറഞ്ഞു. വിശപ്പില്ലെങ്കിൽ ജീവിതത്തിൽ നല്ല അർത്ഥം ഉണ്ടാവുമോ. നമുക്ക് വിശപ്പ് വരുമ്പോൾ വിശപ്പിനുള്ള ഉപാധികൾ തൽക്കാലമൊന്നുമില്ല, സങ്കടം തോന്നുന്നതിനാണ്. വിശക്കുന്നുണ്ടാകും ജീവിക്കുന്നത് തന്നെ. ഈ വായിക്കുന്നു പ്രസംഗിക്കുന്നു ലോകം മുഴുവൻ നടക്കുന്ന ആൾ വിശപ്പുള്ളതുകൊണ്ടാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. വിശപ്പും ഇല്ല ദാഹവും ഇല്ല, പിന്നെ എന്താ ചെയ്യണോ, പിന്നെ ആൾ എണീക്കലുണ്ടാവില്ല. അതൊരു പണിയെടുക്കണ്ടല്ലോ. അവനോട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം, ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും എല്ലാ വൃത്തിയും ചെയ്യുന്നതാണ്. ആത്യന്തികമായിട്ട് വിശപ്പും ദാഹം കിടക്കാനാണ്. ദേവന്മാർക്ക് വിശപ്പുമില്ല ദാഹമില്ല എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് വേണ്ടാത്ത പണിയൊക്കെ തോന്നുന്നത് ദേവന്മാർക്ക്. ഒരു പണിയുമില്ല, വിശപ്പുമില്ല ദാഹവുമില്ല ക്ഷീണവുമില്ല, കുളിക്കുകയും വേണ്ട, വല്ലും തേക്കണ്ട. അവിടെ വൃത്തികളൊന്നുമില്ല, പൊടിപടലൊന്നും ഇല്ല എന്നാണ് ലോകത്തിലെ. ദേവലോകത്ത് പിന്നെ ഇത്ര വഷളായ ലോകമുണ്ടോ. എന്തെങ്കിലും ചെയ്യണം, കുളിക്കേണ്ട ആവശ്യമില്ല, പല്ലും തേക്കണ്ട, വിശപ്പിന് ദാഹത്തിനൊന്നും ചെയ്യണം, ഉടുത്തോ മാറ്റണ്ട. കാരണം ഒരു കാലത്ത് പുഷിയില്ല. പിന്നെ ഇപ്പം എന്താ പണിയുണ്ടോ, ആലോചിക്കുക എന്തൊരു ജീവിതമാണ്. അതുകൊണ്ടായി ദേവത്തിന് വേണ്ടാത്ത പണിയൊക്കെ എടുത്തിട്ട് അഹല്യയിലൊക്കെ പോയി നോക്കുന്നേ. ഇത് ഒരു പണിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തൊക്കെ വിശപ്പം കാണുന്നു പറഞ്ഞാൽ ക്ഷുധാരൂപേണ. എന്നിട്ടെന്ന് പറഞ്ഞു, ലജ്ജാരൂപേണ സംസ്ഥിത. ലജ്ജയാകുന്ന രൂപത്തിലിരിക്കുന്ന ദേവിയാണ്. ലജ്ജയുള്ളതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ് ചെയ്യാത്തതേ. എപ്പോഴാണോ നിങ്ങൾക്ക് ലജ്ജ നഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വരാം. അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ലജ്ജ കൊണ്ട് ചെയ്യുന്നതേ. അതുകൊണ്ട് എപ്പോഴും ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ആ ലജ്ജാദേവി എന്നോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇങ്ങനെ ഉറക്കാകട്ടെ മേധ ബുദ്ധി വിദ്യ എന്നിങ്ങനെ ഓരോന്നും എണ്ണി പറയാണ്. വിദ്യാരൂപേണ സംസ്ഥിത യാ ദേവി സർവ്വരൂപേണ രതിരൂപേണ സംസ്ഥിത. രത്യാദികളായിരിക്കുന്ന കാമാദികളായ രൂപങ്ങളായിരിക്കുന്ന ദേവിയാണ്. അതുള്ളതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അത് അതിക്രമിക്കുകയും അന്യായമായിരിക്കുകയും അസ്ഥാനസ്ഥമാവുകയും ചെയ്യുമ്പോൾ വശമുണ്ട് നിലാണ്ട് കാമാസക്തിയുള്ളതുകൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അല്ല, ലോകത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ നിലനിൽപ്പിനാധാരമായിരിക്കുന്ന സർവ്വ വിചാരങ്ങളും സർവ്വ വികാരങ്ങളും സർവ്വ പ്രക്രിയകളും മുഴുവൻ അവിടെ നിന്നാണ് സ്തുതിക്കുക അവർ ചെയ്താൽ.
മനോഹരമായ സ്തുതിയാണ്. അത് എന്നെ നേരത്തെ കേട്ടല്ലോ. ഓരോന്നായിട്ട് പറയാൻ തീരില്ലായിരുന്നു. ഓരോന്നിനെയും പ്രാധാന്യമായിട്ട് പറയാണ്. നിദ്രയുണ്ട്, എവിടുന്നാണ് ഉറക്കുണ്ട്, എല്ലാ വിപരീതങ്ങളും എവിടുന്നാണ് പറയാൻ. വിപരീതങ്ങളെ കൊണ്ടാണ് ലോകം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് മാത്രമുള്ളതുകൊണ്ടല്ല. ഇരുട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, വെളിച്ചമുണ്ട്. രണ്ടും ആയിരിക്കും ദേവിയാണ്. ദേവിയിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് കാണിക്കാൻ ആൾ പറഞ്ഞാൽ. അല്ലാതെ വെളിച്ചം ദേവിയാണ്, ഇരുട്ട് ദേവിയല്ലാതെ തന്നെ ഇരുട്ടാരുണ്ടാക്കിയതൊരു പ്രശ്നം വരും. ഇരുട്ടുണ്ടാക്കിയ വേറെ വിദ്വാനാന്ന് പറഞ്ഞാൽ പിന്നെ 2 അധികാരം ഉണ്ടെന്ന് വരില്ലേ. സർവ്വത്തിന് കാരണമായി ദേവിയാണ്. അതിൻ്റെ സൃഷ്ടിയുണ്ടെങ്കിൽ സ്ഥിതിയുണ്ട്, സ്ഥിതിയുണ്ടെങ്കിൽ എന്തുണ്ട്, സംഹാരമുണ്ട്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. രണ്ടിനും ഹേതുവാരാണ്? ത്വം പ്രസീത എന്ന ദേവിയാണ്. കേമായി സ്തുതിച്ച് മനോഹരമായ സ്തുതിയാണ് അദ്ദേഹത്തിന്. അതൊക്കെ സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, അല്ലയോ ദേവന്മാർ, എനിക്ക് വലിയ സന്തോഷമായി. നിങ്ങൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും എന്നെ വിചാരിച്ചോളൂ, ഞാൻ വന്ന് രക്ഷിക്കാമെന്ന്. അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടാണ് പോയതേ. അപ്പോൾ കാലം കുറേ കഴിഞ്ഞു. അപ്പോൾ ദേവന്മാർക്ക് സ്വതേ ഇന്ദ്രാദേവന്മാർക്കുള്ള ദോഷം എന്താ വെച്ചാൽ ഈ ഭോഗലാലസന്മാരാണ്. വേറെ പണിയൊന്നുമില്ല. നേരത്തെ പോലെ ഉടുക്കാനും ഉണ്ണാനും വേണ്ടി കഷ്ടപ്പെടണ്ട. പിന്നെ എന്താ ഇവർക്ക് പണി? ഈ അപ്സരസുകൾ നിർത്തുമ്പോൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് വേണ്ടാത്ത പണിയൊന്നും. അങ്ങനെ ഭോഗം മനസ്സിലാണ്. ഭോഗാസക്തി വർദ്ധിക്കുമ്പോൾ ഇന്ദ്രിയ വീര്യങ്ങളൊക്കെ കുറയുന്നതാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മചര്യ വീര്യലാഭ. ബ്രഹ്മചര്യം കൊണ്ടാണ് വീര്യം ലാഭിക്കേണ്ടത്. അപ്പോൾ ഭോഗാസക്തി വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്തു? വീര്യം കുറയും. അതുകൊണ്ട് പലപ്പോഴും ഇന്ദ്രന് തോൽവി ഉണ്ടാവാറുണ്ട്. കാലം കുറേ കഴിഞ്ഞപ്പോഴാണ് ശുംഭന്മാർ എന്ന് പറഞ്ഞ 2 വിദ്വാന്മാരുണ്ടായി. ഏട്ടനീനാണ്. കേട്ടാൽ തന്നെ ശുംഭൻ എന്ന് പറഞ്ഞാൽ മഹാബുദ്ധിയെന്ന് പറഞ്ഞാൽ കേമത്തൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ശുംഭനും നിശുംഭനെന്ന് പറഞ്ഞിട്ട് ഏട്ടനനിയനുണ്ടായി. അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ പുഷ്കരേ ലോകഭാവനേ എന്ന് പറഞ്ഞ പുഷ്കരം എന്ന് പറയുന്ന തീർത്ഥത്തിൽ, ഇന്നത്തെ രാജസ്ഥാനിലാണ് പുഷ്കര തീർത്ഥത്തിൽ പോയി തപസ് ചെയ്തു. എല്ലാവരും ചെയ്ത തപസ്സാണ്. ബ്രഹ്മാവ് പ്രത്യക്ഷമായി. ബ്രഹ്മാവിനോട് മരണം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ചു, വിട്ടില്ല 2 കൂടിയിട്ട്, ഏട്ടനും അനിയും കൂടി. എന്നിട്ട് ഇവരും എന്ത് പറഞ്ഞു? പണ്ട് മഹിഷൻ പറഞ്ഞ പോലെ മഹിഷൻ്റെ കഥയും നിശംഭന്മാരുടെ കഥയും തമ്മിൽ വലിയ വ്യത്യാസവും നമ്മൾ കാണില്ല. ഇവരുടെ 2 ആളുണ്ടെന്നേ ഉള്ളൂ. ബാക്കി കഥേൻ്റെ ഘടനയൊക്കെ ഒരുപോലെയാണ്. അവരും പറഞ്ഞു ഞങ്ങളെ പെണ്ണുങ്ങൾ മാത്രമേ കൊല്ലാവെന്ന് പറഞ്ഞു. അത് ദേവി ബ്രഹ്മാവ് സമ്മതിച്ചു കൊടുത്തു. അവർ ലോകമൊക്കെ പിടിച്ചടക്കി. ഇതേ കഥ തന്നെ ആവർത്തിക്കുകയാണ്. എന്തിനായിരിക്കണം ഇങ്ങനെ ഒരേപോലത്തെ കഥ ഉണ്ടാക്കിയത്? അതിൻ്റെ തത്വം വെച്ചാൽ ലോകം തന്നെ ഒരു ആവർത്തനമാണ്. ഇന്നലെ ചെയ്ത വിഡ്ഢിത്വമൊക്കെ മനുഷ്യന്ന് ചെയ്യും. പണ്ട് എന്തെല്ലാം വിഡ്ഢിത്ത ആൾക്ക് പറ്റും, അതൊക്കെ ഇന്നത്തെ ആൾക്ക് പറ്റും. അതിന് വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. കാരണം ഒന്നിൽ നിന്ന് മനുഷ്യർ പഠിക്കില്ലതാണ്. അർണോൾഡ് ടോയിൻബീനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പാഠം ചരിത്രത്തിൽ നിന്നൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ആ വാസ്തവം. എത്ര ലോകയുദ്ധങ്ങളിലാണ് എന്തൊക്കെ വിഡ്ഢിത്തങ്ങളായി ചെയ്തു. പഴയ ആളിൽ അതേ വിഡ്ഢിത്തിപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തട്ടിപ്പുകൾ നോക്കൂ. കഴിഞ്ഞ 10-25 കൊല്ലത്തിൽ എന്തെല്ലാം തട്ടിപ്പുകളാണ് കേരളത്തിൽ നടന്നറിയാം. എന്താ പഠിച്ചു ആളിൽ? അതേ വിഡ്ഢിത്തം പിന്നെയും ചെയ്യുവാൻ. ലാഭം കിട്ടും, 70% പലിശ തരാം, ഇരട്ടിച്ച് തരാമെന്ന് പറഞ്ഞാൽ വാങ്ങന്മാരിലൊക്കെ ചെന്ന് ചാടുകയാണ്. അതാണ് മനുഷ്യരുടെ ലോകം. അതുപോലെ ഈ ആവർത്തനം വരികയാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഈ വിഡ്ഢിത്തങ്ങളൊക്കെ ചെയ്തു. കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ദ്രനെ ഒക്കെ തോൽപ്പിച്ചു. അതൊക്കെ ചെയ്തു അവർ. ഇന്ദ്രദേവന്മാരൊക്കെ പഴയ പോലെ യാതൊരു ഗതിയിലായിട്ട് തെണ്ടാൻ തുടങ്ങി. അവർ ദേവിയെ തന്നെ വിചാരിച്ചു. നമ്മൾ ആവർത്തനമേ ഉള്ളൂ ഇതിനകത്ത്. ദേവി വീണ്ടും പ്രത്യക്ഷമായി. ദേവി സിംഹാസനസ്ഥിതിയായിട്ടാണ് പ്രത്യക്ഷമായത്. സഹസ്രനാമത്തിൽ ആദ്യം തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ സിംഹം എന്ന് പറയുന്നതിനെ തിരിച്ചിട്ട് ഹിംസ എന്ന് വരികയെ. അപ്പോൾ അന്യായമായതിനെ ഹിംസിക്കുന്നവളായതുകൊണ്ട് കൂടിയാണ് ദേവി സിംഹാസനസ്ഥയായിരിക്കുന്നതാണ്. അങ്ങനെ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നവളായിട്ട് അതിന് സൗന്ദര്യത്തോട് വന്നു. അവളവിടുന്ന് ഗംഭീരമായ അലറിയെന്നാണ്. നേരത്തെ പാട്ട് പോലെ ഇത് അലർച്ച കേട്ടിട്ട് ഈ ശുംഭന്മാരുടെ അനുയായികൾ ചെന്ന് നോക്കി. അപ്പം ബാക്കിയൊക്കെ കഥയൊക്കെ ഏകദേശം അതേ അച്ഛൻ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ശുംഭനോട് നിശുംഭനോട് ചെന്ന് പറഞ്ഞു, ഇതാ അതിലോ സുന്ദരിയായിട്ട് ലോകത്തെവിടെയും കാണാത്ത, ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, അവളാണ് ഈ അലർന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കാമാർത്ഥന്മാരായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. അവളാകെ നിരസിച്ച് കളഞ്ഞു. അവൾ പറഞ്ഞു, അല്ല, അത് എൻ്റെ ബാല്യകാലത്ത് ഞാൻ ഒരു വിഡ്ഢിത്തം കൊണ്ട്, ദേവി തന്നെ പരിഹസിക്കുന്ന പോലെ പറയുകയാണ്, ഞാൻ വിഡ്ഢിത്തം കൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താ വെച്ചാൽ എന്നെ ആരാണോ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കും, ഞാൻ പണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഈ ശുംഭനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ പ്രതിജ്ഞ ചെയ്ത് മോശമായി പോയി പോകുന്നുണ്ടെന്നാണ് അവർ സോപ്പിടാൻ വേണ്ടി പറയാനേ. ഈ അടുത്ത യോഗ്യനൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾ കല്യാണം കഴിക്കായിരുന്നു. പക്ഷേ ഞാനെന്ത് ചെയ്തു? ചെറുപ്പത്തിൽ കൂട്ടുകാരികളോട് കൂടിയൊക്കെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ആളെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ്. പ്രതിജ്ഞ തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാളോട് പറയും യുദ്ധം ചെയ്യാൻ വരാൻ പറയുന്നു. അതിങ്ങനെ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഓരോ മന്ത്രിയും വന്നു, തിരിച്ചു പോയി, അവരിതൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഗംഭീരമായി യുദ്ധം നടന്നു. ആദ്യത്തിൽ നിശുംഭൻ, അനുജനായ നിശുംഭൻ വന്നു. അതിന് നിശേഷം ശുംഭനാന്ന് അർത്ഥം. നിശുംഭൻ എന്ന് പറഞ്ഞാൽ വിദ്യാന്ന് അർത്ഥം. അതിങ്ങനെ ആവർത്തിക്കുകയാണ്. അവസാനം ശുംഭന് യുദ്ധത്തിൽ പോയി ശുംഭനെ ഇതേ ഉള്ളൂ. അതിനകത്ത് ഇവിടെ ശരിക്കും പറഞ്ഞത്
ഇവിടെ കുറച്ചായിട്ടേ പറഞ്ഞുള്ളൂ, ദേവീഭാഗത്ത് കുറച്ചുകൂടി വിസ്തരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? 3 എന്ന് പറയുക: മധുകൈയുടെ വധം, മഹിഷാസുരവധം, ശുംഭനിശുംഭനുമായ. ഇതാണ് ചരിത്രത്രയ സംഹിത. പിന്നെ ചെറിയ ചെറിയ കഥകൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട അർത്ഥം. അതുകൊണ്ട് പറഞ്ഞു ദേവി എന്ത് ചെയ്തു? പിന്നെ ഈ ആരോടാ പറഞ്ഞത് ഓർമ്മയാണ്? ആരാ പറയുന്നതൊക്കെ? അപ്പം മറന്നുമില്ലോ. അതെ, സുമേധസ് എന്ന് പറയുന്ന മഹർഷി ഈ വൈശ്യരോട് രാജാവിനോട് പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ അവർ ചോദിച്ചു പിന്നെ ദേവി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദേവി ഇതേ ചെയ്തുള്ളൂ എന്ന് വിചാരിക്കരുത്. കാലാകാലങ്ങളിൽ ദേവന്മാർക്ക് വിഷമമുണ്ടായപ്പോൾ പല സ്വരൂപത്തിനും വന്നിട്ട് അവരെ വധിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്തു. അതിന് രസകരമായ കുറേ കഥകൾ പറയാണ്. ഒന്നെന്താ വെച്ചാൽ അരുണൻ എന്ന് പറയുന്നൊരു അസുരനുണ്ടായിരുന്നു. ഈ അരുണൻ എന്ന് പറയുന്ന വിദ്വാൻ ഒരാളെ ബുദ്ധി ഓരോ തരത്തിലാകുമ്പോൾ അയാൾ ബ്രഹ്മാവൻ തപസ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ബ്രാഹ്മണരുടെ കൈവശമായിരിക്കുന്ന വേദങ്ങളൊക്കെ എനിക്ക് കൈവശപ്പെടണം, പഠിക്കാനൊന്നും കഴിയില്ല എന്നർത്ഥം. ഇപ്പോൾ അങ്ങനെയാണല്ലോ, പരീക്ഷ എഴുതാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, കോപ്പി അടിച്ചിട്ടോ കൈക്കുള്ളിടത്തിട്ട് പാസ്സായി കളയാന്ന് വിചാരിക്കുന്ന ആളില്ലേ? ഇതേ ബുദ്ധി പണ്ടുണ്ടല്ലോ. വേദമൊന്നും പഠിക്കാൻ കഴിയില്ല, പഠിക്കാൻ എളുപ്പമല്ല. 4 വേദങ്ങളും സാങ്കോപാംഗമായി പഠിക്കാൻ 48 കൊല്ലം വേണമെന്നാണ്. കാലം മെനക്കിടുമോ? ഒരു വേദവും ആ വേദത്തിന് അംഗവും പഠിക്കാൻ 4 കൊല്ലം വേണമെന്നാണ്. അല്ല 12 കൊല്ലം വേണമെന്നാണ്. അപ്പോൾ 4 വേദം പഠിക്കണ 48 കൊല്ലം വേണം. ഇത് സാധിക്കും മനുഷ്യന്. അപ്പോൾ ഇയാളെന്ത് പറഞ്ഞു? എല്ലാ വേദങ്ങളും എനിക്ക് കീഴടക്കണം, വേദത്തിന് മന്ത്രമൊക്കെ തോന്നണം, എപ്പോഴും ഉപയോഗിക്കാൻ പറ്റണം, എനിക്ക് സ്വാധീനത്തിലാവണമെന്നാണ്. ഇപ്പോൾ ബ്രഹ്മാനോട് വിഷമം തോന്നി. കാരണം കാര്യം നേടാൻ വേണ്ടി ക്ലേശിക്കാണ്ട് കാര്യം നേടണമെന്നുള്ള ഈ ബുദ്ധി അത്ര നല്ലതല്ല. എന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല, തരാമെന്ന് പറഞ്ഞല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ തപസ് ചെയ്തെടുത്ത് വേദങ്ങളൊക്കെ കൈവശാക്കി. അപ്പോൾ വേദം കൈവശാക്കിയിട്ടാൽ നമ്മൾ ഈ വിചാരിക്കുന്ന ഈ പുസ്തകം എടുത്ത് ഓടിക്കളഞ്ഞു എന്ന അർത്ഥമൊന്നുമില്ല. വേദങ്ങളെ പണ്ട് പിന്നെ ഹിരണ്യാക്ഷ കട്ടുണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ ഒരു പുസ്തകം എടുത്ത് ഓടിക്കളഞ്ഞു എന്നല്ല. ആ വിദ്യയുടെ നിയന്ത്രണം മുഴുവൻ ഇയാൾക്കായി. അപ്പം എന്ത് ചെയ്താൽ ഋഷികൾക്കും ബ്രാഹ്മണർക്കൊന്നും വേദമന്ത്രങ്ങൾ തോന്നാണ്ടായ ഒരു ഘട്ടത്തിലായി. പിന്നെ രാവിലെ നോക്കുമ്പോൾ സന്ധ്യാവന്തരത്തിൻ്റെ മന്ത്രമൊന്നും ഓർമ്മയില്ല. എന്തൊരു കഷ്ടം, നിങ്ങൾ എന്താ ചെയ്യണ്ടേ? എല്ലാ മന്ത്രവും ഇയാളുടെ വിഷയമായിപ്പോയി. അപ്പോൾ ഓരോരോ വിദ്യ വിചാരിക്കുന്നത് എനിക്ക് മാത്രം അറിയാത്ത മറ്റേക്ക് അറിയായിരിക്കും വിചാരിച്ചു. ഇന്നലെ വരെ ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല. ഒരാൾ ചോദിക്കും, അല്ല ഒന്നായിരുന്നു ഗായത്രിയില്ല ആദ്യത്തെ വരിയൊന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഒരു ഗായത്രി മറന്നു പോകും. സാധാരണ എല്ലാവർക്കും ഉണ്ട് ഇന്നലെ ചെയ്യാതെ. പിന്നെ എന്താ അറിയാത്ത എന്താണെന്ന് ചോദിച്ചാൽ എന്താ പക്ഷെ ഇയാൾക്ക് അറിയില്ല പറയാനേ. ഇയാളൊക്കെ പറഞ്ഞു തരാണ്ട് ഇയാൾക്ക് എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഭയക്ക് ഓർമ്മയില്ല. ചുരുക്കത്തിൽ കഷ്ടത്തിലായില്ലേ? ഒരൊറ്റ ആകെ ഒരു മന്ത്രം ഓർമ്മയില്ല. അപ്പോൾ സന്ധ്യാവന്തനം കഴിയാണ്ട് ബ്രാഹ്മണനൊന്നും ചെയ്യാൻ തന്നെ വയ്യ. അപ്പോൾ എന്ത് ചെയ്തു? സാധാരണമായ യജ്ഞങ്ങളൊക്കെ മുടങ്ങിപ്പോയി. ദേവന്മാർക്ക് യജ്ഞങ്ങളൊന്നുമില്ലാതെ, യജ്ഞങ്ങളില്ലാണ്ടിരുന്ന ആ മഴയില്ലാണ്ടാവും. ഇതൊക്കെയാണ് വൈദിക സങ്കല്പേ. യജ്ഞാഭവതി പർജന്യാതന്നെ സംഭവ ഏവം പ്രവർത്തിതം ചക്രം ജ്ഞാനുവർത്തിയതീഷയാ. ഗീതയിൽ പറഞ്ഞിട്ട് ഭഗവാൻ യജ്ഞമുള്ളതുകൊണ്ടാണ് മഴ ഉണ്ടാകുന്നത്, മഴ കൊണ്ടാണ് എന്തുണ്ടാകുന്നത് നമുക്കറിയാം. ചെടികളൊക്കെ വഹിക്കുന്നു, നെല്ല് മുതലായ ധാന്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, ധാന്യമൊക്കെ ഭക്ഷിച്ചിട്ട് പുരുഷൻ്റെ വീര്യം ഉണ്ടാകുന്നു, വീര്യത്തിൽ നിന്ന് സന്തതി ഉണ്ടാകുന്നു. ഇങ്ങനെ ലോകം നിലനിൽക്കുന്നതാണ്. ഏവം പ്രവർത്തിതം ചക്രം ജ്ഞാനുവർത്തിയതീഷയാ. ഇങ്ങനെയാണ് ലോകം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? വേദമന്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പൂജയോ ഹോമങ്ങളോ തർപ്പണങ്ങളോ യജ്ഞങ്ങളൊക്കെ ഇല്ലാണ്ടായി. അങ്ങനെ യജ്ഞങ്ങളില്ലാണ്ടായപ്പോൾ ദേവന്മാർക്ക് സന്തോഷം ഉണ്ടാവില്ല. ദേവന്മാർ യജ്ഞങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ചാൽ ദേവന്മാർ മഴ മുതലായതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഭഗവാൻ പറയുന്നതേ. താൻ ദേവാൻ ഭാവയന്യക പരസ്പരം ഭാവയന്താ ശ്രേയപരമവാപ്സ്യഥ. ഗീതയെ പറഞ്ഞിട്ടുണ്ട്. ദേവന്മാർ നിങ്ങൾ എന്ത് ചെയ്യൂ? യജ്ഞങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കൂ, ദേവന്മാർ നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. ഇങ്ങനെ പരസ്പരം ഭാവയന്താ. അതായത് നമ്മളിപ്പോൾ ഏകപക്ഷീയമായിട്ടല്ല, ദേവന്മാരെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചാൽ അവരിങ്ങോട്ട് സന്തോഷിപ്പിക്കും, അത്രയും. അങ്ങനെ ഏകപക്ഷീയമായിട്ട് വെറുതെ തരുമൊന്നുമില്ല എന്നർത്ഥം. നിങ്ങളിങ്ങനെ ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലോ അപകടമൊക്കെ വരും. 12 കൊല്ലം മഴ പെയ്യണ്ടായിപ്പോയി. നമുക്ക് ആലോചിച്ച് 2 കൊല്ലം മഴ പെയ്തില്ല തന്നെ എന്താ കഷ്ടപ്പാട്. 12 കൊല്ലം മഴ പെയ്തില്ല. അതൊക്കെ മഹാഭാവിനെ കൊണ്ട് ഈ അരുണനെ കൊണ്ടുണ്ടായതാണ്. അവ ജനങ്ങളെ നമ്മൾ കഷ്ടപ്പെട്ടു, ആകപ്പാടെ വിഷമത്തിലായി. മഴയില്ലെങ്കിലുള്ള വിഷമമൊക്കെ പറയാണ്ട് ആഹാരം കഴിക്കാമെന്ന് വകയില്ല. ദേവന്മാരൊക്കെ കൂടി എന്ത് ചെയ്തു? ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ കൂടിയിട്ട് പണ്ട് ചെയ്തതുപോലെ ദേവിയെ ചെന്ന് ക്ഷമമായി സ്തുതിച്ചു. അപ്പോൾ ദേവി പ്രത്യക്ഷമായി. ഇപ്പോൾ പ്രത്യക്ഷമായത് കുറേ കയ്യൊക്കെ ആയിട്ടാണ്. ശതാക്ഷി 100 കണക്കിന് കണ്ണുകളോടുകൂടി. പ്രധാനമായിട്ട് കൈ പിടിച്ചത് ശാകംഭരി എന്ന് പറയും. ശാക ചീര പോലത്തെ ഈ പച്ചക്കറി ഉണ്ടല്ലോ, തൽക്കാലം തിന്നാൻ കൊടുക്കണ്ടേ ഇവർക്ക് എന്തെങ്കിലും, അതിനുവേണ്ടി അങ്ങനെ വന്നേ. ശാകംഭരി തീ ശാകം ചീരയാണ്. അതോടുകൂടി 100 കണ്ണുകളുകൊണ്ട് ശതാക്ഷി എന്ന് പേരുണ്ടായി. ഈ 100 കണ്ണുകളിൽ നിന്നും ദേവിയുടെക്ക് ലോകത്തുള്ള കാരുണ്യം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയതാണ്. അപ്പോൾ പ്രളയം തന്നെ ഉണ്ടായതാണ്. മഴ പെയ്യാനാണ് പ്രശ്നം. അപ്പോൾ 100 കണ്ണുകളിൽ നിന്ന് എന്ത് ചെയ്തു? ജലധാരധാരയായിട്ട് വർഷിച്ചു ജനങ്ങളോട് കാരുണ്യം കൊണ്ട്. അങ്ങനെ പഴയ പോലെ ആയിത്തീർന്നു പറയാം. പിന്നെ തൽക്കാലം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ശാഖമൊക്കെ കൊടുത്തു. ഇങ്ങനെയാണ് ദേവിക്ക് പല പേരുണ്ട്. ഇവന് ദുർഗമൻ എന്നൊരു പേരുണ്ട്. ഈ അസുരനെ പല പേരുകളായിരുന്നു. ദുർഗമനെ കൊന്നുകൊണ്ട് ദുർഗ എന്ന് പേരുണ്ടായി.
3 പേര് ഒറ്റ അവതാരം കൊണ്ട് തരാക്കിക്കുക. ശാഖം എടുത്തുകൊണ്ടുകൊണ്ട് ശാകംബരി എന്ന് പേരുണ്ടായി. 100 കണ്ണുള്ളതുകൊണ്ട് ശതാക്ഷി എന്ന് പേരുണ്ടായ. ഇങ്ങനെയുള്ള പേരുകളോടുകൂടി ദേവി സ്തുതിച്ചു. ദേവിയെ സ്തുതിച്ചപ്പോൾ ദേവന്മാർക്ക് അത് കൊടുത്തു. നിങ്ങൾ പഠിപ്പിക്കണമായിരുന്നു. അരുണന് അഥവാ ഈ ദുർഗമൻ അരുണൻ, ചില ദിക്കിൽ അരുണൻ എന്നാണ് ചിലക്ക് ദുർഗമൻ, അതൊക്കെ ഒന്നും വിഷയമല്ല. ദുർഗമനെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് ദുർഗ എന്ന് പേരുണ്ടായതാണ്. ദുർഗ എന്നുള്ള പേരിന് 2 അർത്ഥമാണ്. ദുർഗങ്ങളെ കടത്തിത്തരുന്നവൾ, ക്ലേശങ്ങളൊക്കെ മറികടക്കുക. ദുർഗത്തെ ഉണ്ടാക്കുന്നവൾ എന്ന് അർത്ഥമുണ്ട്. 2ഉം ചെയ്യുന്നു ഈശ്വരന്മാരുന്നേ. ക്ലേശം ഉണ്ടാക്കുകയും ചെയ്യും. 2ഉം ചെയ്യുന്നതാണ്. ഇതാണ് ദുർഗയുടെ കഥ. പിന്നെ വേറൊരു കഥ പറഞ്ഞു വെച്ചാൽ, വേറൊരു വിദ്വാൻ, ഈ അരുണൻ എന്ന് പറയുന്ന വിദ്വാൻ വേറെന്താ ചെയ്തെന്ന് വെച്ചാൽ, എന്നെ ഇവരൊക്കെ വരവാകാൻ പോകും. ബ്രഹ്മാവരോട് പറഞ്ഞു എന്നെ ഷഡ്പദങ്ങളെ കൊല്ലാവുന്നു. ഷഡ്പദം എന്ന് പറഞ്ഞാൽ 6 കാലുള്ള ചെറിയ ജീവികളാണ്. ഈ കൊതുകിനെ പോലെ, പൂമ്പാറ്റയെ പോലുള്ള നിസ്സാര ജീവികളാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ വരവാക്കി? ഇയാൾ വിചാരിച്ചു, ഈ ദേവന്മാർക്ക് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത എന്നെ ഷഡ്പദങ്ങൾ കൊല്ലാതായിരിക്കും. മഴപ്പാറ്റൊക്കെ വന്നിട്ട് കൊല്ലും ആരെങ്കിലും. അതുകൊണ്ട് മരണം ഉണ്ടാവില്ല വെച്ചാൽ ഓരോരുത്തർ ബുദ്ധി വന്ന് പോകാണ്. അതുകൊണ്ട് മരണമില്ലാണ്ടിരിക്കാനുള്ള വഴി എന്താണ് ഇവരൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു എന്നെ ഷഡ്പദങ്ങളെ കൊല്ലാവുന്നു പറഞ്ഞു. ബ്രഹ്മാവിനെ ആലോചിച്ചു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വങ്കം വിചാരിച്ചെന്താണ്, ദേവന്മാർക്ക് പോലും തോൽപ്പിക്കാത്ത ദേവന്മാർക്ക് തോൽപ്പിച്ച ആളായാളെ അങ്ങനത്തെ ഒരാൾ ഷഡ്പദങ്ങൾ വന്ന് കൊല്ലും. ഷഡ്പദം നമ്മൾക്ക് എന്താണ്, വിരൽ കൊണ്ടൊന്ന് അമർത്തി അതിനെ ചത്തുപോകും. അങ്ങനത്തെ സാധുക്കളായി ഷഡ്പദങ്ങളെ. അതുകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവില്ല വെച്ചാൽ അഹങ്കാരോന്മത്തനായി ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്ന ലോകം കടക്കി ദേവന്മാർക്ക് വിഷമത്തിലായി. അങ്ങനെ എനിക്ക് ദേവി ഒരിക്കൽ പ്രത്യക്ഷം. ദേവി കൈ നീട്ടി ഞാൻ വെച്ചു. അപ്പോൾ ദേവിയുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് ഈ ഷഡ്പദങ്ങൾ അഥവാ ഭ്രമരി എന്നൊക്കെ പറയും, വണ്ടൊക്കെ ഇല്ലേ, വണ്ടുകൾക്ക് മാറി വന്നു. ഇവരൊക്കെ കൂടി എന്ത് ചെയ്തു, ഈ അസുരൻ്റെ നേർക്ക് ചെന്നു. അപ്പോൾ ഇയാളെ വിചാരിച്ചാൽ വലിയ പ്രതാപിയാണ്. പക്ഷേ ഈ പാറ്റെല്ലാം പറഞ്ഞു വരുമ്പോൾ ഈ തോക്കുകൊണ്ടോ കുന്തം കൊണ്ടോ കൊല്ല കാര്യമുണ്ട്. വെടിവ് നേരെ കിട്ടുമോ? നമുക്ക് ആ കഥേനെ അന്തരാർത്ഥം ആലോചിച്ച് നോക്കണ്ട. വെറും കഥയല്ല. അതായത് നമ്മൾ നിസ്സാരാന്ന് വിചാരിക്കുന്ന ജീവികൾ അത്ര നിസ്സാരമല്ല. നിങ്ങളെ വേറെ 1,00,000 എറുമ്പ് ഒരുമിച്ച് വന്ന് കാര്യമല്ലേ, നമ്മൾ ചത്തുപോകും. എറുമ്പ് നിസ്സാരമാകും, തട്ടാൻ കഴിയുമോ? അവർ ഈ ഷഡ്പദങ്ങളൊക്കെ കൂടി വന്ന് ശലഭങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തു, ഇയാളെ കണ്ണും മൂക്കും 9 ദ്വാരങ്ങളും 9 ദ്വാരമാണല്ലോ മനുഷ്യരീരത്തിന്, നവദ്വാരങ്ങൾ അടഞ്ഞു പോയി. ഇയാൾ ലക്ഷക്കണക്കിന് പാറ്റകൾ വന്ന് വീണാൽ കേമനാന്നുണ്ടല്ലോ, നമ്മൾ വീണു പോവും. അതാണ് ശ്വാസം വയ്ക്കാതിരിക്കും. മൂക്കിനും കാലിലും സകല്ലാതിക്കലും ഈ ശലഭങ്ങൾ വന്ന് ഇയാൾ പോയി. ഇയാൾ ശ്വാസം വീണും ചത്തും പോയി. ഇത്രയേ ഉള്ളൂ. എത്ര വേഗം കഴിഞ്ഞു നോക്കും. അപ്പോൾ ഈ കഥയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഥേൻ്റെ തത്വം എന്താണെന്നൊന്നും പുരാണങ്ങളിൽ പ്രത്യേകം പറയില്ല. അത് നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. അതായത് ഞാൻ കേമനാണ്, ഇവനൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള അഹങ്കാരം കൊണ്ടാണ് ഇയാൾ എന്ത് പറഞ്ഞത്, ഷഡ്പദങ്ങളെ കൊല്ലാവെന്ന് പറഞ്ഞു. ഇവരൊക്കെ നിസ്സാരന്മാരാണ്. അങ്ങനെ ആരെയും വിചാരിക്കണ്ട. ഇതൊക്കെ ഒത്തുകൂടുമ്പോൾ എന്ത് ചെയ്യും, ദൈവം വിപരീതമാണ്. വജ്രം തൃണായതേ എന്നൊക്കെ പറയുന്നുണ്ട് ദൈവഭാഗത്തിലെ. അതായത് വജ്രം പോലും നിങ്ങൾക്ക് നല്ല കാലം വരെ നിസ്സാരമായി തീർന്നു വരാം. നിങ്ങളുടെ ദുഷ്കാലത്ത് എന്ത് ചെയ്യുന്നു, തൃണം വജ്രായതേ, വെറും പുല്ല് പോലും വജ്രത്തേക്കാൾ കഠിനമായി തീർന്നു വരാം എന്ന് പറയാം. അതാണ് പഠിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ആളെ കാണുന്നത് എന്താണ്, പലതിൻ്റെ കാര്യത്തിൽ നമുക്ക് അഭിമാനം ഉണ്ടാവും. എൻ്റെ കുടുംബ പാരമ്പര്യം, ശരീരശക്തി, ബുദ്ധി സാമർഥ്യം, ഇവരൊക്കെ എന്ത് നിസ്സാരം, ഇവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നൊരു വിചാരമാണ്. അതേ വിചാരമാണ് ഈ അസുരൻ ഉണ്ടായിരുന്നത്. ഈ ഷഡ്പദങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഷഡ്പദങ്ങൾ ഒന്നായി പറന്നു വന്ന് ഇയാൾ ശരീരത്തിൽ വീണ് ഇയാൾ ചത്തുപോയി. അത് നിങ്ങളാദ്യം മഴപ്പാറ്റൊക്കെ 10,000 മഴപ്പാറ്റ് നിങ്ങളെ മേലെ വന്ന് നമ്മൾ ക്ഷീണിച്ചു പോകും. ഒറ്റക്കൊറ്റയ്ക്ക് നിസ്സാരാകുന്നില്ല. കൂടെ വന്നപ്പോൾ എന്ത് ചെയ്തു, പിന്നെ തോക്കെടുക്കാനും ഗത കൊണ്ടടിക്കാനൊക്കെ നേരമുണ്ടോ, അതൊന്നും ഇയാൾ വീട് ചത്തുപോയാൽ. ഇങ്ങനെ ഒരു അതല്ല, ഇത് കുറേ കാര്യങ്ങൾ പറയാൻ. ഇങ്ങനെയുള്ള ദേവിയാണ് ആ മഹാമായക്കൊക്കെ കാരണം. എവിടെ നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. കാരണം മായ എന്താണ്, ആത്യന്തികമായി മായ ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെ വിശദീകരിക്കാൻ പറ്റുമോ? ഉണ്ടെന്ന് തോന്നുന്നതാണ്. സ്വപ്നാനുഭവം പോലെയാണ്. സ്വപ്നം എവിടെ നിന്ന് വന്നു, നമ്മൾ സ്വപ്നം കാണുമ്പോൾ വെള്ളത്തിൽ വീഴുന്നോ, അല്ലെങ്കിൽ ലോറി കുത്തിയെന്നോ ആന കുത്തിയെന്നോ ആന ചവിട്ടിയെന്നൊക്കെ കാണാം. എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താണ്, നമ്മൾ കിടക്കയിൽ സുഖമായി കട്ടിൽ കിടക്കുകയാണ്. ആന ഇവിടെ പോയി എന്ന് ചോദിച്ചാലോ, ആന ഉണ്ടായിട്ടില്ലതാണ്, ഉണ്ട് തോന്നി. കാരണം വാതിലും ജനാലൊക്കെ അടച്ചു കിടക്കുന്നെങ്കിൽ ആന വരുമോ? എവിടുന്ന് ആന വന്നത്, ആന ഉണ്ടോ? പക്ഷെ കാണുന്ന സമയത്ത് ഉണ്ടാന്ന് തോന്നും. അതുകൊണ്ടാണ് ചില പരിഭ്രമിക്കുകയും നിലവിളിക്കുകയും ഉറക്കി ഞെട്ടി ഉണരുകയൊക്കെ ചെയ്യുന്നു. ചിലക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ സ്വപ്നത്തിൻ്റെ ഭയം തീരില്ല. പ്രേതത്തിനെ കണ്ടുന്നോ, ഭൂതത്തെ കണ്ടുന്നോ, രാക്ഷസനെ കണ്ടുന്നോ ഒക്കെ തോന്നാം. അപ്പോൾ എവിടുന്ന് ഇതുണ്ടായത്, ഒരു മനോവിഭ്രമം മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാനാണ് പറഞ്ഞത്. സ്വപ്നം കണ്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, ചില നിലവിളിക്കുന്നു, ചില സന്തോഷിക്കുന്നു. സ്വപ്നത്തിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയെന്ന് കണ്ടു, ഉണർന്നു നോക്കിയാൽ 500 നോട്ടോ 1000 നോട്ടോ ഒന്ന് ആലോചിക്കുമല്ലോ, സാധനം കിട്ടിയില്ലല്ലോ, തോന്നി എത്രയേ ഉള്ളൂ, പോയി എന്നുള്ളത് എത്രയേ ഉള്ളൂ. പണം വീണ് പോയി, സ്വപ്നം കണ്ടു, പോലെ ആട്ടമുള്ളൂ, വേഗം എടുത്ത് പോകുമ്പോൾ വായിച്ചു കാർത്തനുണ്ട്. പിന്നെ എവിടുന്ന പോയത്, ഫലമാണ്.
അവിടെ ഭ്രമാത്മകമായിരിക്കുന്ന ലോകത്തെ ഭ്രമമാണെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? മുക്തനായി കഴിയും. മുക്തിക്ക് അതേ വേണ്ടൂ. ആണ് മുക്തി എന്ന് പറയുന്നത് ലോകാന്തരങ്ങളിൽ ചെന്നിട്ടോ വനങ്ങളിൽ ചെന്നിട്ടോ ഗുഹകളിൽ ചെന്ന് തപസ് ചെയ്തിട്ട് കിട്ടേണ്ടതല്ല. ഈ ഒരു മനോഭാവമാണ്. സത്യമായിരിക്കുന്ന സത്യസ്വരൂപമായിരിക്കുന്ന ദേവനെ ദേവിയെ അറിഞ്ഞു കഴിഞ്ഞാൽ മായ മുഴുവൻ ഇല്ലാണ്ടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. മായ ഇല്ലാത്തതാണെന്ന് അറിയണമെന്ന് മാത്രം. ഇല്ലാത്തതെന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന എന്താ ഗുണം? സുഖമായിട്ട് നാടകം കാണുന്ന പോലെ ഈ ലോകത്തെ മുഴുവൻ കാണാം, രസമായിട്ട് കാണാം. കാരണം ഇത് നമ്മളെ ബാധിക്കില്ല. ഈ സിനിമയിൽ കാണുന്ന യുദ്ധമോ പ്രണയമോ പ്രതികാരമോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല. അത് കണ്ട് രസിക്കാം, കാശ് കൊടുത്ത് രസിക്കാം. ഇത് എൻ്റെതാന്ന് നോക്കിയാലേ വിഷമമുള്ളൂ. ആരെയോ പ്രണയിച്ചു, പ്രണയം നശിച്ചു പോയി, പ്രണയം ബാധിച്ചു, നമുക്ക് ഒരാട്ടമുള്ളൂ കണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത് കാണുന്നത്. എന്ത് ദുരിതമായാലും സന്തോഷമായാലും കാണാം. നമുക്കതിലെന്തില്ല, ലാഭമില്ല നഷ്ടമില്ല. ഇത് മായയാണ്, ഇത് വേറൊരു സാധനമാണെന്ന് അറിയണമെന്ന് മാത്രം. ബുദ്ധിയില്ലാത്തവൻ തൽക്കാലം ഭ്രമിച്ചിട്ട് ഇത് എന്താണെന്ന് വിചാരിച്ചാൽ വിഷമാണ്. ഇത് കേട്ടില്ലേ, തമിഴ്നാട്ടിലൊക്കെ സിനിമാ പ്രാന്തന്മാർ കൂടുതലാണ്. അവിടെ MGR യുദ്ധ സമയത്തിൽ അയാളെ വാള് വീണ് പോയതോ എന്തോ കാണിച്ചിരുന്നു. അപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഒരുത്തൻ പീച്ചാത്തി എടുത്ത് ഓടി സ്ക്രീൻ്റെ അടുത്ത് ഇത് പിടിച്ചോന്നില്ല. കാരണം ഇത് ഇല്ലാന്നാന്ന് പറയും. അവിടെ ആളുണ്ടോ? ഭ്രമാത്മകതയാണ്. ഇത് അത്രയധികം കേമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അവിടെ ലോകം തന്നെ എന്താണ്? ആത്യന്തികമാരില്ലായ്മയാണ്. ഞാൻ മനസ്സിലാക്കണ്ട. ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത ഇത് ലോകഹ എന്നാണ്. കാണപ്പെടുന്നതാണ്, കാണപ്പെടുന്നതൊക്കെ ഉണ്ടായതാണ്, ഉണ്ടായതൊക്കെ നശിക്കുകയും ചെയ്യും. അപ്പോൾ പണ്ടില്ലാത്തതും വർത്തമാനകാലം മാത്രം നിലനിൽക്കുന്നതും ഭാവിയിൽ അസ്തമിച്ചു പോകുന്നതായ ഈ നാനാതരത്തിലുള്ള ബാഹ്യങ്ങളായ ഈ എല്ലാ മായാപ്രകടനങ്ങളും ദേവിയുടെ അത്ഭുതങ്ങളും മായ കൊണ്ടുണ്ടായതാണ്. അതെപ്പോഴും ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രനായി സഞ്ചരിക്കുക. അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞു കഴിഞ്ഞാൽ ചെല്ലു ഉപയോഗിക്കുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവിക്കാൻ പറ്റുകയും ചെയ്യാം. കാരണം സുഖമായി ജീവിക്കരുത്. രസമാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കാം. നാടകം കഥകളി കാണും. ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പരിഭ്രമിക്കുന്നില്ലോ. ഇല്ലെന്നറിയാം. ഇപ്പോൾ കഥകളി നടൻ വന്നിട്ട് ദുശാസനെ വധിക്കുന്നതായിട്ട് രൗദ്രഭീമം കാണിക്കുന്നില്ല. നമ്മൾ അയ്യോ ഈശ്വര ജസ്തു പോയെന്ന് വിചാരിച്ച് പരിഭ്രമിക്കുന്നുണ്ടോ? ഇല്ലാത്താണ്. പക്ഷേ ഇല്ലാത്താന്ന് വിചാരിച്ച് കാണാണ്ടിരിക്കുന്നില്ല. നമ്മളെ പറ്റിക്കായിരുന്നു. ഇയാൾ കൊല്ലുന്നൊന്നുമില്ല, വെറുതെ പറ്റിച്ചാലെന്നാലും വിചാരിക്കുക. ഒരു പ്രാവശ്യം കൊന്നാൽ പിന്നെ കഥകളി അതോടെ തീരും. ഒരു ദുശാസനം ഒരു ഭീമനെ എഴുന്നേണ്ടാവുള്ളൂ. അങ്ങനെ പറ്റുമോ? ആവർത്തിച്ച് കാണുന്നു, പണ്ട് കണ്ടതിനെ കാണുന്നു. അത് രസമാണ്. അതുപോലെ രസാത്മാത്മകമായി ലോകത്തെ കാണണം. ഇതൊക്കെ ഉപദേശിച്ചു ആര്? ഇതൊക്കെ സുമേധസ് എന്ന് പറയുന്നതായ മഹർഷി ഈ സമാധി എന്ന് പറയുന്ന വൈശ്യനെയും സുരഥൻ എന്ന് പറയുന്ന രാജാവിനെ ഉപദേശിച്ചു. ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? എന്നാൽ ആ ദേവിയെ തന്നെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ദേവിയെ തപസ് ചെയ്തു. രണ്ടുപേരും തപസ് ചെയ്തു. പക്ഷേ രാജാവിന് എന്നിട്ട് ഈ ആസക്തി പോയില്ല. ദേവി പ്രത്യക്ഷമായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ എനിക്ക് എൻ്റെ രാജ്യം തിരിച്ചു കിട്ടണം, സൈന്യങ്ങളൊക്കെ തിരിച്ചു കിട്ടണം. അയോധ്യയിലെ രാജാവായിരുന്നു. ദേവിക്ക് എന്തായാലും ഇപ്പോൾ ദേവി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അപ്പോഴേക്കും ആളുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ അന്ന് ഇയാളുടെ ശത്രുക്കളായിരുന്ന ആൾക്കാരൊക്കെ തോറ്റുപോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് രാജ്യത്തേക്ക് കൊണ്ടുപോയി അയാൾ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിച്ച് വളരെ കാലം കഴിഞ്ഞതാണ്. ഈ വൈശ്യനാകട്ടെ, സമാധി എന്ന് പറഞ്ഞ വൈശ്യം പറഞ്ഞു, ദേവി എനിക്ക് ജ്ഞാനം മാത്രം ഉണ്ടായാൽ മതി എന്ന്. അതിന് ബുദ്ധി ഉണ്ടായെന്നിരുന്നു. കാരണം പണ്ടുണ്ടായതൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടായി ക്ലേശമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ ഈശ്വരീയമായ ജ്ഞാനം മതി എന്ന് പറയുകയും ചെയ്ത. ഇത്രയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. അതിലെന്താ കഥയുടെ താല്പര്യത്തെ? ഈ പദങ്ങളിലാണ് ഊന്നൽ. സുരഥൻ എന്ന് പറയുന്നതാണ് രാജാവിൻ്റെ പേര്. സുരഥൻ എന്ന് പറഞ്ഞാൽ നല്ല രഥത്തോടു കൂടിയവനാണ്. എന്താ രഥം? രഥം എന്ന് പറഞ്ഞാൽ ശരീരമാണെന്ന് ഉപനിഷത്തുകൾ പറയും. ശരീരം രഥമേ വധൂ, അതേ പ്രമാണമുണ്ട്. ശരീരം ഒരു രഥമാണ് എന്ന് പറയും. എങ്ങനെയാണ് രഥം? രഥം എന്തിനാണ്? രഥത്തിൻ്റെ ഒരു വാഹനമാണ്. വാഹനങ്ങൾ നമ്മളെ വഹിച്ചു കൊണ്ടുപോകാനുള്ളതാണ്. നമുക്ക് ലക്ഷ്യം പ്രാപിക്കാനുള്ള ഒരു ഉപകരണമാണ് രഥം. ഒരു ശരീരം എന്താണ്? ഒരു ഉപകരണം മാത്രമാണ്. എന്തിനുള്ള ഉപകരണമാണ്? ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തെ കൊണ്ടു നടക്കണം. കാരണം ഉപകരണം നന്നായാലേ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. പക്ഷേ ഉപകരണം തന്നെയാണ് ലക്ഷ്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ആളുടെ ശരീരമൊക്കെ വേണം. ശരീരമദ്യം ഖലുധർമ്മ സാധനം എന്നാണ്. ശരീരം ഉണ്ടെങ്കിലേ ധർമ്മം ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ശരീരത്തെ പോയിച്ച് ശരീരത്തെ മിനുക്കാനും അതിനെ വസ്ത്രം കൊണ്ട് പൊതിയാനും പല്ല് തേക്കുവാനും മുടി നേരെയാക്കാനും വേണ്ടിയിട്ട് ആയുസ് മുഴുവൻ കളയാധികം ചെയ്യുന്നത്. ശരീരപൂജ നടക്കുന്നതേ. ബുദ്ധി നേരെയാവണമെന്നോ ഒന്നും അധികം വിചാരമില്ല. ഇത് തേച്ച് മിനുക്കി എങ്ങനെയാണ് കണ്ണിന് എന്തൊക്കെയാണ് ഇന്നത്തെ മാസികളൊക്കെ വായിച്ച് നോക്കിയാലേ കണ്ണെങ്ങനെ നേരെയാക്കട്ടെ, നഖെങ്ങനെ നേരെയാക്കട്ടെ, മുടി എങ്ങനെ അവളിപ്പിക്കേണ്ടത്, ഇതിനെപ്പറ്റിയുള്ള പരിഭ്രമങ്ങളാണ്. നാളെ നശിച്ചു പോകാനിരിക്കുന്ന ശരീരത്തെ തന്നെ പ്രണയിച്ച് ശരീരത്തെ തന്നെ പോയിച്ച് വരികയാണ്. ശരീരത്തെ നിലനിർത്തണം. കാരണം ശരീരം ഉണ്ടെങ്കിൽ ധർമ്മം ചെയ്യാൻ കഴിയുള്ളൂ. അതിലപ്പുറം പ്രാധാന്യം കൊടുത്ത് ശരീരം തന്നെയാണ് ഞാൻ എന്നുള്ള മിഥ്യാഭ്രമം ഉണ്ടാവരുതെന്നാണ് ഈ ഉപദേശത്തിൻ്റെ അർത്ഥം. അവിടെ ഈ രഥം എന്താണ്? ശരീരമാണ്. അവിടെ സുരഥൻ എന്ന് പറഞ്ഞാൽ നല്ല രഥത്തോടു കൂടിയവനാണ്. രാജാവിന് നമുക്കൊക്കെ ഭൂരിപക്ഷ ആളുകൾക്കും എന്താണ് ലോകത്തിൽ പ്രത്യേകിച്ച് ന്യൂനതയില്ലാത്തൊരു ശരീരം കിട്ടിയിട്ടുണ്ട്. ആ ശരീരം മനസ്സൊക്കെ ഈശ്വരൻ തന്നിട്ടുള്ളതാണ്. അത് ഉപയോഗിച്ചിട്ട്
തത്വജ്ഞാനത്തിൻ്റെ മാർഗ്ഗത്തിൽ സഞ്ചരിച്ചിട്ട് അറിയേണ്ടതിന് അറിഞ്ഞ് എല്ലാ മിഥ്യയും ത്യജിക്കാൻ കഴിയണം. അപ്പോഴാണ് സുഖം ഉണ്ടാവുക എന്നർത്ഥം. അങ്ങനെയാണ് സുരഥന്മാർ ചെയ്യേണ്ടത് കാണിക്കാനാണ്. സുരഥൻ രാജാവിന് പേര് കൊടുത്താൽ മറ്റേ പേര് സമാധി എന്നാണ്. സമാധിസ്ഥമായിരിക്കുന്ന ബുദ്ധിയിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. അതാരാ ഇതൊക്കെ ഉപദേശിച്ചത്? സുമേധസ് എന്ന് പറയുന്നൊരു മഹർഷിയാണ്. അപ്പം നമ്മളും എന്താണ്, ജീവിതത്തിൽ ക്ലേശം ഉണ്ടാകുമ്പോൾ, പരാജയം ഉണ്ടാകുമ്പോൾ, അപമാനങ്ങൾ നേരിടുമ്പോൾ, തിരിച്ചടി നേരിടുമ്പോഴൊക്കെ ബുദ്ധിയുള്ളവനെ സമീപിക്കണം എന്ന് കൂടിയാണ് പറഞ്ഞത്. ഇതില്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ കഥയുള്ള ആൾ അതാണ്. പിന്നെ ഏവം ഗുരുമേവ പ്രപദ്യതേ എന്നൊക്കെ പലതിക്കും കാണാൻ ഭാഗവത്തിൽ ഏകാശസ്കന്ധത്തിൽ ഭഗവാൻ ഉപദേശിക്കും പറയുന്നുണ്ട്. എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഗുരുവിനെ ആശ്രയിക്കൂ. അയാളാണ് സുമേധസ്. അങ്ങനെ ഗുരുക്കന്മാരെ ആശ്രയിച്ചിട്ട് ശരിയായ വഴി കണ്ടുപിടിക്കൂ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ക്ലേശങ്ങളൊക്കെ ഇല്ലാതാവും. ഇല്ലാതാവുന്നതിന് ഒരു ക്ലേശം ഉണ്ടാവില്ല എന്നല്ല, ക്ലേശം വന്നു പെട്ടാലും അതിനെയും കൂടി എന്ത് ചെയ്യണം? സാക്ഷീഭാവത്ത് കാണാൻ കഴിയുന്നത്. അതാണ്. കാരണം ശരീരമുള്ളിടത്തോളം ശരീരത്തിലെ ക്ലേശം ഉണ്ടാവും. അത് സ്വാഭാവികമാണെന്ന് അറിഞ്ഞിട്ട് അതിന് വല്ലാതെ മനസ്സ് കെട്ടുപോകാതിരിക്കണം. അത്രയേ ഉള്ളൂ. ലോകം നിങ്ങൾ ബുദ്ധിമാനായതുള്ളതുകൊണ്ട് ലോകം മാറിപ്പോകുന്നില്ല. ലോകം ഇതുപോലെ ഇരിക്കും. ജ്ഞാനിയുടെ ദൃഷ്ടിയിലും അജ്ഞാനിയുടെ ദൃഷ്ടിയിലും, അത് അജ്ഞാനി ജീവിക്കുന്ന ലോകവും ജ്ഞാനി ജീവിക്കുന്ന ലോകം ഒരേ ലോകമാണ്. അവിടെ മഴ ഉണ്ടായിരുന്നവരാ ഇല്ലാത്തവരാ, ഉഷ്ണവും വിശപ്പും ദാഹവും സ്തുതിയും നിന്ദയും എല്ലാ ദ്വന്ദ്വങ്ങളും എല്ലാ തരത്തിലുള്ള വിപരീതങ്ങളും എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷേ ഈ വിപരീതങ്ങളിൽ മനസ്സ് വല്ലാണ്ട് കലങ്ങിപ്പാടുന്നാൽ മതി. അത്രയേ ഉള്ളൂ. അതായത് ജ്ഞാനിക്ക് എല്ലുവേദനമില്ലാന്നോ തലവേദനമില്ലാന്നോ മഴ പെയ്താൽ ജലദോഷം വരാണ്ടിരിക്കൊന്നുമില്ല. അതൊക്കെ ഉണ്ടാവും. ശരീരത്തിന് അതൊക്കെ വരുന്നേ. ഇത് ശരീരമാണ്, ശരീരത്തിൻ്റെ സ്വഭാവമാണ്. ശരീരത്തിലുള്ള തന്നെ അർത്ഥം എന്താണ്? ശരീരത്തെ ഇത് ശരീര, ഇത് നശിച്ചു പോകുന്നതാണ്, ക്ഷീണിച്ചു പോകുന്നതെന്ന അർത്ഥേ. ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ ദഹിപ്പിക്കാനുള്ളതെന്ന അർത്ഥം. ഭസ്മാന്തം ശരീരം എതിർവേദത്തിൽ ഈശാവാസ്യം കൊണ്ട് പറയും ഭസ്മമായി തീരാനാണ് ശരീരം. ആ ശരീരത്തെക്കുറിച്ചുള്ള അമിതമായിരിക്കുന്ന ഉത്കണ്ഠയും അമിതമായിരിക്കുന്ന ഭ്രമവും അമിതമായിരിക്കുന്ന അതിനോടുള്ള സ്നേഹാദിനും ഒക്കെ അവസ്ഥത്തിലേ ചെല്ലുള്ളൂ. അതിനാണ് ഈ അസുരന്മാരെ കഥയൊക്കെ പറഞ്ഞത്. ഇവർക്ക് എന്തൊക്കെ നേടിയിരുന്നു നോക്കൂ. അവരും ദേവന്മാരെ നിഷേധിക്കുകയല്ല ചെയ്തത്, ബ്രഹ്മാവിനത്തെ അവസ്ഥയായത്. പക്ഷെ എന്നിട്ട് പോലും അവസാനം ബന്ധുക്കളോടൊത്ത് ആത്യന്തികമായി നശിച്ചു പോയതുകൊണ്ടാണ് ഈ ബുദ്ധി നേരെ കാലത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രാമേശ്വരം എന്ന പ്രസിദ്ധമായൊരു വാക്യമുണ്ട്. നിങ്ങൾ തോണി വെള്ളത്തിലിറക്കാം, പക്ഷേ തോണിയിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. തോണിയിൽ വെള്ളം കയറിയ പോയി. വെള്ളത്തിലാണ് തോണി നിൽക്കുന്നതെന്ന് വിചാരിച്ച് തോണിയിൽ വെള്ളം പറ്റില്ല. എപ്പോഴും ഗ്രഹിക്കേണ്ടതാണ്. വെള്ളമല്ലേ പിന്നെ തോണിക്ക് വല്ല അർത്ഥമുണ്ടോ? തോണി ഉണ്ടാക്കിയിട്ടില്ല തന്നെ വെള്ളത്തിലിറക്കാൻ വേണ്ടിയാണ്. വെള്ളത്തിൽ ഇറക്കില്ല, പൊങ്ങിപ്പോയാൽ കരയ്ക്കെന്നെ വെച്ചാൽ പിന്നെ തോണി ഇടുന്ന ആവശ്യമുള്ള ഒരാവശ്യമില്ല. അതുകൊണ്ട് ലോകത്ത് ജീവിക്കാം, പക്ഷെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യൂ? ഭ്രമിക്കാണ്ടിരിക്കുമോ എന്ന് പറയാം. ഇതാണ് എല്ലാ വേദാസാരവും. അത്രയേ ഉള്ളൂ. ഭ്രമം ഒഴിവാക്കൂ. ഭ്രമാത്മകമായിരിക്കുന്ന ബുദ്ധി കൊണ്ടാണ്, അജ്ഞാനകൃതമായിരിക്കുന്ന ആവേശങ്ങൾ കൊണ്ടാണ് ഈ ലോകം ഗ്രഹിച്ചത്. ഈ അസുരന്മാരൊക്കെ കഥ പറഞ്ഞതാണ്. ഒക്കെ എല്ലാം യോഗ്യന്മാരായെന്ന് വിചാരിക്കണം. 10,000 കൊല്ലത്തെ അവസ്ഥയാച്ചാൽ നിസ്സാരമാണോ? അതിനുള്ള ബുദ്ധിയും തൻ്റെ ഇടയ്ക്ക് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ശരിയായിരിക്കുന്ന ധാർമ്മിക ബുദ്ധിയില്ലാതെ ഞാൻ എന്ന് പൊങ്ങി വരുന്ന ഈ അഹങ്കാരം കൊണ്ട് ഇതൊക്കെ നശിച്ചു എന്ന് പറയാം. ഈ അഹങ്കാരത്തിനൊക്കെ കാരണം ആരാണ്? മായാദേവി പ്രഭാവേണ, ദേവിയുടെ പ്രഭാവം കൊണ്ടാണ്. അതുകൊണ്ട് ഈ മായയെ മറികടക്കാനുള്ള വഴി എന്തേ ഉള്ളൂ? മായക്ക് ആസ്ഥാനമായിരിക്കുന്ന ദേവിയെ തന്നെ ആശ്രയിക്കലാണ്. നമുക്ക് ഗീത പറയുന്നുണ്ട്, എല്ലാ മായ ഇല്ലാണ്ടാക്കാനുള്ള വഴി മായാവിയായിരിക്കുന്ന തന്നെ ആശ്രയിക്കലാണ്. മായിലെന്തൂ എന്ന് പറയുന്നൊരാണ്. കാരണം ഒരു സർക്കസ് കൊണ്ട് നമുക്ക് വിഭ്രമം ഉണ്ടാകുമ്പോൾ സർക്കസിൻ്റെ വിഭ്രമം ഇല്ലാണ്ടാവും. അഥവാ മായാജാലത്തിൻ്റെ വിഭ്രമം ഉണ്ടാവാതിരിക്കാൻ എന്താ വേണ്ടത്? മായാജാലം പഠിക്കാനാണ്. പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അതിന് നമുക്ക് ഭ്രമമുള്ളൂ. മായ കാണിക്കുന്നതൊക്കെ വല്ല ഭ്രമമുണ്ടോ? എങ്ങനെയാണ് ഈ പച്ചവെള്ളം നീരിയായിപ്പോയി നാട് വരുമ്പോൾ അതൊക്കറിയാം സഞ്ചെന്താന്നേ. നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നത് നമുക്കറിയാത്തതുകൊണ്ടാണ്. എപ്പോഴാണോ ഈ മായയ്ക്ക് ആധാരമായിരിക്കുന്ന വസ്തുസ്ഥിതി മനസ്സിലാവുന്നത്, അപ്പോൾ മായ തനി എവിടെ പോയി എന്നറിയില്ല. എന്നാണ് ശനീരിഹ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചുരുക്കത്തിൽ ദേവീഭാഗത്ത് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് വളരെ വിസ്തരിച്ച് ഓരോ രസമായിട്ട് ഓരോ അധ്യായങ്ങൾ വേണമെങ്കിൽ 10-30 മണിക്കൂർ പറയാം. ഞാൻ 15-20 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് പല ദിവസങ്ങളിലായിട്ട്. അത് ഇതുപോലെ 1 മണിക്കൂർ പറയും. ഇതിനേക്കാൾ ചുരുക്കുകയും ചെയ്യാം. 10-15 മിനിറ്റ് കൊണ്ട് പറയാം. ഇതാണ് പുരാണങ്ങളുടെ ഗുണം. ഇഷ്ടംപോലെ അത് ഇലാസ്തികതയാണ്. വലിച്ചു നീട്ടാൻ നീട്ടിക്കൊണ്ടുപോകാൻ ചുരുക്കുകയും ചെയ്യാൻ. അപ്പോൾ ഇത് ദേവീൻ്റെ പാട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരിനാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനം ശക്തിഭൂതേ സനാതനേ ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ശരണാഗതശോകാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ദേവിയുടെ ഒരു കീർത്തനം ചൊല്ലി ദേവീപാദങ്ങളിൽ
ഈ ദേവി മാഹാത്മ്യം സമർപ്പിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. ശരണമംബികേ ദേവി ശരണമംബികേ, 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 ശരണമംബികേ ദേവി ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ദേവി ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ അഭയദായിനി ദേവി അരുണവർണിനി, മഹിഷമർദിനി ദേവി മരണമോചിനി, സകലരൂപിണി ദേവി കലിവിനാശിനി, അഗതി ഞാൻ ശിവേ ദേവി അഴലകറ്റണേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ എരിയുമെൻ മനം ദേവി ദുരിത സഞ്ചയം, വരികയംബികേ ദേവി ദുരിതനാശിനി, പരമപാവനി ദേവി അമൃതദായിനി, അഗതി ഞാൻ ശിവേ ദേവി അഴലകറ്റണേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ശരണമംബികേ ദേവി ശരണമംബികേ, ഗണനമറ്റതാം ദേവി കനകഹാരവും കമലമാലയും ദേവി വദനഭംഗിയും, അഭയഹസ്തവും ദേവി വരദഹസ്തവും, അഗതി ഞാൻ ശിവേ ദേവി അഴലകറ്റണേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ 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 ദേവി ഒരുവനില്ലമ്മേ ദേവി കരകയറ്റിടാൻ, ഒരു ഭവാബ്ദിയിൽ ദേവി വലയണോ സദാ, അവശനിന്നു ഞാൻ ദേവി ശിശു നിനക്കഹോ, അഗതി ഞാൻ ശിവേ ദേവി അഴലകറ്റണേ, ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ശരണമംബികേ ദേവി ശരണമംബികേ, ശരണമംബികേ ദേവി ശരണമംബികേ, ദേവി ശരണമംബികേ, ദേവി ശരണമംബികേ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാം ദേവിയുടെ സന്തോഷത്തിനായിട്ട് സമർപ്പിക്കുന്നു. അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത്പൂരിതം മയാ ദേവി പരിപൂർണം തതസ്തു മേ. ശ്രീദുർഗാർപ്പണമസ്തു.
സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി, ശരണം മേ തവ ചരണയുഗം. ശംഭോ ശങ്കര സാംബ സദാശിവ, ശരണം മേ തവ ചരണയുഗം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.